السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, അതോടൊപ്പം ബഹുമാനനായ ഇതിൻ്റെ സജീവമായ സംഘാടകരിൽ ഒരാൾ കൂടിയായ നമുക്ക് സ്വാഗത പ്രഭാഷണം നടത്തിയ ജോസ് പ്രകാശ്, ബഹുമാന്യനായ സ്വാമിജി പ്രേമാനന്ദ, ഡോക്ടർ ജോസഫ് പാമ്പ്ളാനി ഫാദർ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം കേൾക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ആഴമേറിയ വേദഗ്രന്ഥങ്ങളുടെ പിൻബലമുള്ള ഒരു സമ്മേളനത്തിലാണ് പരമകാരുണികനായ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ സമ്മേളിക്കുന്നത്. ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ ഒരു വലിയ ആത്മാവും പ്രത്യേകതയും സ്വാമിജിയുടെ പ്രസംഗത്തിലെ തുടക്കത്തിൽ പറഞ്ഞ വളരെ മഹത്തരമായ ഒരു കാര്യം അഭിനന്ദനാർഹമായി തന്നെ ഞാൻ ഓർക്കുകയാണ്. അതായത്, വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇതിലില്ല. കാരണം ഇവിടെ വളരെ ഗൗരവമായ ഒരു വിഷയമുണ്ട്, നമുക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ധാരാളം സമ്മേളനങ്ങളിൽ നമുക്കൊരു വിഷയമുണ്ടാവും. ഈ മാനവ സൗഹാർദ്ദ സംഗമത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം നോട്ടീസിൽ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളോടും ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത്, വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കപ്പുറത്ത് ഇപ്പൊ പ്രബലമായ 3 മതത്തിന്റെ അനുയായികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. അതിന്റെ നായകത്വം വഹിക്കുന്ന ആളുകളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞു, അതായിരിക്കണം ഇവിടെ ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടത്. രണ്ടാമതായി ഋഷീശ്വരന്മാർ അഥവാ ശ്രുതികളും സ്മൃതികളും. ശ്രുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് സെവിക്കപ്പെട്ടത്, ഈശ്വരനിൽ നിന്ന് സെവിക്കപ്പെട്ടത് എന്ന അടിസ്ഥാനത്തിൽ.
അതാണ് ചതുർവേദങ്ങൾ എന്നാണ് മഹാപണ്ഡിതന്മാർ, ഹൈന്ദവ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. വളരെ പ്രധാനമാണ്. എന്താണ് സ്മൃതികൾ? ആചാര്യന്മാരുടെ ഓർമ്മകളിൽ നിന്ന്, സ്മൃതിപദങ്ങളിൽ നിന്ന് നമുക്ക് പകർന്നു തന്ന സാരോപദേശങ്ങൾക്കാണ് അത് പറയുന്നത്. പ്രവാചകന്മാർ, ഋഷീശ്വരന്മാർ, ആ ഋഷീശ്വരന്മാർ നമ്മളെ എന്ത് പഠിപ്പിച്ചു? അപ്പൊ സ്വാഭാവികമായും നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ അല്ല, മറിച്ച് വേദം പഠിപ്പിച്ചതുപോലെ ദൈവത്തിൽ വിശ്വസിക്കണം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് സ്വാമിജിയുടെ തുടക്കത്തിൽ നമ്മളോട് സൂചിപ്പിച്ചത്. സ്വാമിജി ഇത് പറയാനുള്ള കാരണം, ഇവിടെ വളരെ കൃത്യമായി ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ദൈവവിശ്വാസവും പരലോകവും വേദഗ്രന്ഥങ്ങളിൽ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും, പഴയ നിയമം പുതിയ നിയമം, സെന്നവസ്തും തെൽമൂദും, ഇതെല്ലാം വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണുക. 18 പുരാണങ്ങൾ അതിന് പുറമെ, അതുപോലെ രാമായണം, മഹാഭാരതം തുടങ്ങി മറ്റു പലതും നമുക്കിടയിൽ ഇന്ന് നിലനിൽക്കുകയാണ്. മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത, 18 അധ്യായമുള്ള ഭഗവത്ഗീത സ്വതന്ത്ര കൃതി എന്ന നിലയിൽ തന്നെ വ്യവഹരിക്കപ്പെടുകയും പറയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എണ്ണി പറഞ്ഞിട്ടുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾക്കറിയാം ഞാനൊരു മുസ്ലിമാണ്, മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് സംസാരിക്കുന്നത് നല്ലൊരു സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായ ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. പ്രമാണത്തിൽ നിന്നുകൊണ്ട്, എന്റേതായി ഒരു വാചകവും അതിൽ പറയാതെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ആ പ്രമാണത്തിന്റെ ഉദ്ധരണിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. എന്താണ് നമ്മുടെ വിഷയം? ഈ പ്രദേശത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുന്ന ഒരു ചർച്ച് ഇവിടെയുണ്ട്, അഥവാ ക്രൈസ്തവരിവിടെയുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ മഹാ ഉത്സവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തോരണങ്ങളും എല്ലാ സംവിധാനങ്ങളും, ഈ ട്യൂബ് ലൈറ്റുകളൊക്കെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായല്ല, ഈ മഹാക്ഷേത്രത്തിന്റെ സമ്മേളനത്തോട് ചേർന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ രണ്ട് അർത്ഥഗർഭമായ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, പരലോക വിശ്വാസം. നമുക്കറിയാം, ആണിന് പകരം പെണ്ണ്, രാത്രിക്ക് പകൽ, സമ്പന്നത ദരിദ്രത, ഇഹലോകം പരലോകമല്ല. അവിടെ മാത്രം ഒരു നേരെ വിപരീതം ഒരവസ്ഥ അല്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമുക്ക് ദൈവം ബുദ്ധി തന്നത് എന്തിന് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇഹലോകം അവസാനിച്ചു, പരലോകല്ലേ. ഒരു പരീക്ഷ എഴുതിയാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും, ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം. ഒരു ഓട്ട മത്സരം നടത്തിയാൽ വിജയിച്ച ഒന്നാമത്തെ കക്ഷി ഉണ്ടാവും, രണ്ടാമത്തെ ആളുണ്ടാവും, മൂന്നാമത്തെ ആളുണ്ടാവും, തോറ്റവരുണ്ട്. മരണം, ഇവിടെ ഇഹലോക ജീവിതത്തിനപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ എന്താണ് നമ്മുടെ തെളിവ്? നമ്മൾ പരിശോധിക്കുകയാണ്. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണ്. ദൈവം അവതരിപ്പിച്ചതിനെ സ്ഥായി ഭാവമുണ്ടാകൂ എന്ന് ഫാദർ ഇവിടെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മനുഷ്യർ, നമുക്കറിയാം 714 കോടി മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തോട് ശക്തമായ വിയോജിപ്പുണ്ടായേക്കാം ബഹുമാന്യനായ സ്വാമിജിക്കും. വളരെ നിർബന്ധമുള്ളത് കൊണ്ടാവാം ഫാദറും പോയത്, അദ്ദേഹത്തിനുണ്ടാവാം, നിങ്ങൾ പലർക്കും ഉണ്ടാവാം, നിങ്ങൾ പറയുന്ന പലതിനോടും എനിക്കും ഉണ്ടാകാം. അമേരിക്കയിൽ ശരി എന്ന് തോന്നുന്നത് നമുക്ക് തെറ്റാവാം. നമ്മൾ ജീവിക്കുകയാണ് പച്ചയായ ജീവിതം. നമുക്ക് മനസ്സിലാകാത്തത് സിദ്ധാന്തമല്ല, ഒരു തത്വം നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. കൺഫ്യൂഷനിൽ നിന്ന് കൺഫ്യൂഷനിലേക്ക്, ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്ക്, ആകുലതകളിൽ നിന്ന് ആകുലതകളിലേക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അവിടെയാണ് വേദഗ്രന്ഥം എന്ന് പറഞ്ഞു. വേദഗ്രന്ഥങ്ങളിലൂടെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? ലോകത്ത് സൃഷ്ടാവായിരുന്നു ആദ്യമുള്ളത് എന്ന് ഇവിടെ പറഞ്ഞു, ഫാദർ പറഞ്ഞു. അവൻ ഏകനാണ് എന്നും പറഞ്ഞു. അവനല്ലാത്ത ഒരു സൃഷ്ടാവില്ല എന്നും ഫാദർ പറഞ്ഞു. ശരി, സൃഷ്ടാവ് അവനാണെങ്കിൽ ആരാധന ആർക്കാവണം? സൃഷ്ടാവ് ഏകനായ ഈ ദൈവമാണെങ്കിൽ ആരാധന ആർക്കാവണം? ഞാൻ നിങ്ങളും വസിക്കുന്ന ഈ ഭൂമി, ഞാൻ നിങ്ങളും ഈ വസിക്കുന്ന ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം, വായു, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ, നിലാവലകൾ,
ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, ആകാശം, മഴ, കാർമേഘം, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ഗർജിക്കുന്ന സിംഹങ്ങൾ, മാൻപേടകൾ, എക്സെട്ര എല്ലാം. ഇതെല്ലാം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു പരാശക്തിയുണ്ട് എന്നാണ് എല്ലാവരും ഇവിടെ തുറന്നു പറഞ്ഞത്. ഒരുപാട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഞാൻ. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് വേദങ്ങൾ എന്ത് പറയുന്നു? നമ്മുടെ യുക്തിയല്ല, നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ അഭിപ്രായങ്ങളല്ല, നമ്മുടെ യുക്തിക്കനുസരിച്ച് വാർത്തെടുക്കുകയാണ്. അടിസ്ഥാനപരമായി വേദത്തിന്റെ നിഷേധമാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചതാരാണ്? ഒരു മൊബൈൽ കമ്പനി, നോക്കിയയുടെ ഒരു ഉദാഹരണം പറയാം. ഈ നോക്കിയയുടെ മൊബൈൽ കണ്ടുപിടിച്ച ആൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന നോളജ് എനിക്ക് നിങ്ങൾക്കുണ്ടാവും. അഹൂജയുടെ ഈ സൗണ്ട് സിസ്റ്റം, അല്ലെ ഇറ്റാച്ചിയുടെ ഈ സൗണ്ട് സിസ്റ്റം ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ സൗണ്ട് സിസ്റ്റം അതിന്റെ നിർമ്മാതാക്കൾക്കറിയാം അതിന്റെ കാറ്റലോഗിൽ എന്തൊക്കെ എഴുതണം. അവർക്കറിയാം അത് ന്യൂനതയായാൽ എന്നത് വന്നാൽ എന്ത് ചെയ്യണം, ഒരു മൊബൈൽ ഏത് ഓപ്ഷനിൽ ചെല്ലണം, എന്തൊക്കെ കാര്യങ്ങളാവണം. ഇതൊക്കെ ഈ മൊബൈൽ നിർമ്മാതാക്കൾക്കാണ് അറിയാം. ഞാൻ ചോദിക്കുന്നത്, ദൈവം എന്നതിനെ നമ്മൾ പറയും ഇപ്പൊ 99 നാമഗുണവിശേഷങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ 99 നാമഗുണവിശേഷങ്ങളെ കുറിച്ച് സ്വാമിജി ഇവിടെ 99 നാമഗുണവിശേഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് പരിപാലകൻ എന്ന മലയാളത്തിൽ നമ്മൾ പറയുന്ന പരിപാലകൻ എന്നതാണ് ദൈവത്തിന്റെ ഒരു വിശേഷം. പരിപാലിക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് അറിയാത്ത ഒരാളത് എങ്ങനെ പരിപാലിക്കും? നമുക്കറിയാം, ഒരമ്മക്ക് മകളുടെ പ്രകൃതം അറിയാം, മകന്റെ പ്രകൃതം അറിയാം. കുഞ്ഞുനാളിലെ അവന്റെ എല്ലാ നന്മയും തിന്മയും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആർക്കാണ്? അവന്റെ അമ്മക്കാണ്. അതുകൊണ്ട് പരിപാലിക്കാൻ ഏറ്റവും അർഹരാണ് അമ്മയാണ്. ഇതൊന്നും യുക്തിയല്ല പറയുന്നത്, ആർക്കും മനസ്സിലാവുന്നതാണ്. ഏത് ലളിത മനുഷ്യനും, പഠിക്കാത്തവനും പഠിച്ചവനും ഒക്കെ പറഞ്ഞ് മനസ്സിലാവും. പരിപാലകൻ എന്നാണ് ഈശ്വരന്റെ ഒരു വിശേഷം. അറബിയിൽ റബ്ബ് എന്ന് പറയും. അതായത് ഒരു വിത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെ അതിനെ പരിപാലിക്കുന്നവനാണോ ആരാണോ അവനെ അറബിയിൽ റബ്ബ് എന്ന് പറയാം. മലയാളത്തിൽ പരിപാലകൻ, പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നവൻ. ഒന്നുകൂടെ ക്ലിയർ ആയാൽ രക്ഷകൻ, ലോകരുടെ രക്ഷകൻ, ലോകങ്ങളുടെ രക്ഷകൻ, സർവചരാചരങ്ങളുടെയും രക്ഷകൻ. ഇങ്ങനെയൊരു സിട്ടാവിനെ എനിക്കും നിങ്ങൾക്കും മറന്നുപോയിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. അവിടേക്കാണ് ഒന്നാമത്തെ നമ്മുടെ വിഷയം. എന്താണ്? ദൈവവിശ്വാസം വേദങ്ങളിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന എന്തെന്നല്ല. ഇവിടെ പള്ളിയിൽ എന്ത് നടക്കുന്നു, മസ്ജിദിൽ, ഈ പിലാക്കുല മസ്ജിദിൽ എന്ത് നടക്കുന്നു, ഈ സൈദാർ പള്ളിയിൽ ഇവിടെ ഉസ്താദ് എന്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ മസ്ജിദുസ്സലാമിൽ എന്ത് നടക്കുന്നു, മസ്ജിദുൽ മുജാഹിദീനിൽ എന്ത് നടക്കുന്നു, മസ്ജിദുൽ തഖ്വയിൽ എന്ത് നടക്കുന്നു, ക്രിസ്ത്യൻ ചർച്ചിൽ എന്ത് നടക്കുന്നു, ക്ഷേത്രത്തിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് വേദം, ചതുർവേദം എന്തു പറയുന്നു. അത് വളരെ പ്രധാനമാണ്. അവിടെ നിന്നുകൊണ്ടാണ് വിഷയം തന്നപ്പോ ഇതിന്റെ സംഘാടകർ എന്നോട് പറഞ്ഞ വളരെ പ്രധാനമായ ഒരു കാര്യം, വിഷയം നിങ്ങൾ കൃത്യമായി അവതരിപ്പിക്കണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഘാടകരുടെ ആഗ്രഹത്തെയും അവർ നമ്മളോട് നിർദ്ദേശിച്ചതിനെയും മുഖവിലെടുത്തുകൊണ്ട് ഗൗരവമായി ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. ഖുർആനിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറയും, ഋഗ്വേദത്തിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു, വേദഗ്രന്ഥങ്ങളിൽ, ഇപ്പൊ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമത്തിലും ദൈവവിശ്വാസം എന്താണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും അതെങ്ങനെ അനുഭവിക്കും. അതായിരുന്നു ഫാദർ പറയേണ്ടിയിരുന്നത്. സ്വാമിജി കുറെയൊക്കെ വിഷയങ്ങൾ പറഞ്ഞു, ഗൗരവമായ ഒരുപാട് പോയിന്റുകൾ സ്വാമിജി പറയുകയുണ്ടായി. ബഹുമാന പുരസ്സരം ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. എന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. വേദത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, വേദത്തിൽ, വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, വിദ്യ, ജ്ഞാനം എന്നൊക്കെയാണ് വേദം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ദൈവം, ദിവ് എന്ന പദത്തിൽ നിന്ന്, സംസ്കൃത പദം, അതായത് പ്രകാശം. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം 35-ാമത്തെ വചനം എന്താണ്? അല്ലാഹു നൂറുസ്സമാവാതി വല്ലർ, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പ്രകാശമാണ്. അവന്റെ പ്രകാശം മോസസ് പ്രവാചകന്റെ സമീപത്തേക്ക് എത്തിയപ്പോ തന്നെ ബോധം കെട്ടുപോയി. ആ മഹാസത്താവിന്റെ ദിവ്യപ്രകാശത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യന് ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത്, വേദഗ്രന്ഥങ്ങൾ ദൈവത്തെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു? ഒരുപാട് ദൈവങ്ങളുണ്ടോ? അനവധി ദൈവസങ്കല്പം ശരിയാണോ? അവതാര സങ്കല്പം ശരിയാണോ? പുനർജന്മ സിദ്ധാന്തം ശരിയാണോ? സ്വർഗനരകങ്ങൾ ശരിയാണോ? അത് നമ്മൾ പറയാതെ വേദഗ്രന്ഥം അതിനെപ്പറ്റി എന്ത് പറഞ്ഞു? ഒരു ഹൈന്ദവൻ ജനിച്ചു വീഴുന്ന കുടുംബത്തിൽ ഭാസ്കരന്റെ, ശ്രീദേവിയുടെ മകനായി ജനിക്കുന്നു.
അച്ഛനമ്മമാർ ഏത് ക്ഷേത്രത്തിലാണോ ഏത് ദേവിയെയാണോ ആരാധിക്കുന്നത് അത് കണ്ടിട്ടാണ് അവൻ വളരുന്നത്. ഉദാഹരണം, മുസ്ലിങ്ങളിൽ ഞാൻ ജനിച്ചു വീണത് ഒരു മുജാഹിദ് കുടുംബത്തില്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച മുജാഹിദുകൾ ആ പ്രസ്ഥാനത്തിൽ ജനിച്ചു വീഴുകയും അന്ന് തന്നെ എൻ്റെ ഫാദർ എനിക്ക് മുജാഹിദ് എന്ന് പേരും വെച്ചു. എൻ്റെ പേരിലൂടെ ഞാൻ പറയും, ഈ പ്രസ്ഥാനത്തിന്റെ പേരും അത് തന്നെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ധർമ്മസമരം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നവൻ, ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവൻ. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുകേ യുകേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങൾ. തെളിവാണ് ഞാൻ പറയുന്നത്. വേദമുദ്ധരിച്ച ഒരു പ്രഭാഷണത്തെയാണ് ഞാൻ പറയുന്നത്. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അധർമ്മം കൊടികുത്തി വായുമ്പോ യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞതായി ഭഗവത്ഗീതയിലെ 4-ാം അധ്യായം 7-8 പറയുന്നു. ദെൻ ആ ഭാഗം അപ്പൊ ധർമ്മസമരം എന്നത് ലോകത്തൊന്നും നിലനിൽക്കേണ്ടതാണ്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്, ധർമ്മത്തിന് വേണ്ടി. ഇപ്പൊ നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധം നടക്കുകയാണ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ നമ്മൾ ജയിക്കുമോ? ഗാന്ധാരിയുടെ വാക്കെന്താ? എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ചിന്തിക്കേണ്ട പോയിന്റാണ്. യഥോ ധർമ്മസ്തോ ജയ. വല്ലാത്തൊരു വാക്ക്. ആ അമ്മയുടെ വാക്ക് നമ്മുടെ മുഖവിലേക്ക് എടുക്കുന്നു. എന്താ? എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. എവിടെ ഭാരതീയനുണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ സൗദി അറേബ്യക്കാരനുണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ വത്തിക്കാനുകാരനുണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല. എവിടെ ധർമ്മമുണ്ടോ, വല്ലാത്തൊരു വാക്ക്, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതിയിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്. അതെന്താ? സത്യമേവ ജയതേ. സത്യമേ ജയിക്കാവൂ. അത് നമ്മൾ എല്ലാവരും യോജിക്കുന്നു അല്ലേ? രണ്ടാള് തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ഹിന്ദു ജയിക്കട്ടെ മുസ്ലിം ജയിക്കട്ടെ എന്നല്ല, സത്യം ആരുടെ കൂടെയാണോ അവർ ജയിക്കട്ടെ. പ്രവാചകന്റെ മുമ്പിൽ ഒരു ഇഷ്യൂസ് വന്നു, ജൂതനും മുസ്ലിമും തമ്മിലുള്ള ഒരു ഇഷ്യൂ. ജൂതനായിരുന്നു ക്ലിയർ, ജൂതന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. മുസ്ലിമിന്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നില്ല. ജൂതനായിരുന്നു ശരിയിൽ. പ്രവാചക തിരുമേനി ജൂതൻ അനുകൂലമായി വിധിച്ചു. അവിടെ നീതി എവിടെ? സത്യം എവിടെ? ഖുർആൻ പറയുന്നത് അതാണ്. വഖുൽ ജാഅൽ ഹഖ് വസഅകൽ ബാതിൽ ഇന്നൽ ബാതില കാന സഊക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. സത്യം വിജയിക്കേണ്ടതാണ്, അസത്യം പരാജയപ്പെടണം. നോക്കൂ, 3 സൂക്തങ്ങൾ ഞാൻ ഉദ്ധരിച്ചു. മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും, ശരി ജയിക്കട്ടെ എന്ന് ബൈബിൾ പറയും. എങ്കിലും ഞാൻ ചോദിക്കുന്നു, ശരി എന്നത് പക്ഷപാതിത്വമാണോ? ശരി എന്നത് വ്യക്തിപരമായ വാശിയാണോ? ശ്രീനാരായണ ഗുരു മാനവ സൗഹാർദ്ദ മഹാസമ്മേളനം ആലുവ കടപ്പുറത്ത് നടന്നു. ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം സ്വാമിജി ഇവിടെ ഉദ്ധരിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരും. ഒരു ഉദാഹരണം പറയാം. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു സ്വാമിജി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ച് വാദിക്കാൻ എനിക്കും അവകാശമുണ്ട് സുഹൃത്തുക്കളെ. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല പറഞ്ഞാൽ ഇത്ര ഹതഭാഗ്യനായ ഒരു ജന്മം മനുഷ്യനല്ലാതെ നാക്കാലിക്ക് പോലുമില്ല. പട്ടിയായും പന്നിയായും ജീവിക്കലാണ്. ഞാനൊക്കെ ഈ പ്രബോധകരായി ജീവിക്കുന്നതിന് എന്തുകൊണ്ടും നല്ലത്. കാരണം മനുഷ്യനായി ജീവിച്ചിട്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല. ഇവിടെയിട്ട് നീതിയും നടക്കുന്നില്ല, അനീതിക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നു. 44,389 ശിശുക്കൾ, പെൺകുട്ടികൾ ഈ കേരള മണ്ണിൽ 10 കൊല്ലം കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. നിരപരാധികൾ. അവരിൽ മഹാഭൂരിപക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. ആരാന്ന് പോലും അറിയില്ല. എങ്കിൽ നിങ്ങൾ പറയൂ, മരണത്തോടുകൂടി അവസാനിക്കുന്നതാണെങ്കിൽ ഇത്ര ഹതഭാഗ്യ ജന്മം, മനുഷ്യൻ എന്ന മഹാജന്മത്തെക്കാൾ ഹതഭാഗ്യൻ ആരുണ്ട്? നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം, അമ്മയാൽ അപഹസിക്കപ്പെട്ടിട്ടുണ്ടാവാം, സ്വന്തം ജ്യേഷ്ഠനാൽ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടാവാം. നമ്മുടെ കൂടെ ആരും നിന്നിട്ടില്ല, അക്രമിയായ ജ്യേഷ്ഠന്റെ കൂടെയാണ് നിന്നത്. പറയൂ, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ അനീതി ഈ ലോകത്ത് നിലക്കുന്നു. നമുക്കറിയാം. നീതിയുടെ ലോകമെവിടെ? നീതിയുടെ ലോകമെവിടെ? ലക്ഷക്കണക്കിന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയവരവിടെ ആരും സൃഷ്ടിച്ചില്ല, ആരും അവരെ നിന്ദിച്ചില്ല, ആരും അവരെ കല്ലെറിഞ്ഞില്ല. പറയൂ, അനീതിയിൽ അധിഷ്ഠിതമായ മനുഷ്യ ജീവിതത്തെ കുറിച്ച് വേദം എന്ത് പറയുന്നു? അത് വളരെ ഗൗരവമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, വേദം വിശദീകരിച്ചതിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. വേദത്തിൽ ദൈവത്തെ കുറിച്ച് എന്ത് പറയും? ഒന്നാമതായി വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? വേദഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു?
ചതുർവേദം എന്ന് പറയുന്നു. അതിലാണ് ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് വലിയ ചില ഉദാഹരണങ്ങൾ പറയുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ സംസാരിക്കുന്ന ചില വാചകങ്ങൾ ഞാൻ ഈ വിഷയത്തോട് പൂർണ്ണമായി നീതി പുലർത്തി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരികയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന്റെ സ്ഥാപകനാണ്. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയോട് 2 ചോദ്യങ്ങൾ. ആ 2 ചോദ്യങ്ങൾക്ക് സ്വാമിജി നൽകുന്ന മറുപടി ലൈറ്റ് ഓഫ് ട്രൂത്ത് 275 പേജ്, 276 പേജ്. സിമെന്റഡ് പ്രൂഫാണ് പറയുന്നത്, സോളിഡ് എവിഡൻസ്. നിങ്ങൾ പരിശോധിക്കണം. സ്വാമിജിയോട് ചോദ്യം, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമായ എന്നോടല്ല, സ്വാമിജിയോടുള്ള ചോദ്യമാണ്. സ്വാമിജിയോടുള്ള ചോദ്യം, വേദത്തിൽ അനേക ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ? സ്വാമിജി, വേദത്തിൽ അനേക ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സ്വാമിജി എന്തു പറയുന്നു? ലൈറ്റ് ഓഫ് ട്രൂത്ത് ആർക്കും കിട്ടും, ആർക്കും അത് വായിക്കാം. അതിൽ സ്വാമിജി പറയാണ്, അംഗീകരിക്കുന്നില്ല. അനേക ഈശ്വരന്മാരുണ്ടെന്ന വാദം ഞാൻ അംഗീകരിക്കുന്നില്ല. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് സ്വാമി ദയാനന്ദ സരസ്വതി പറയാൻ, അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിനെ ഖണ്ഡിക്കേണ്ടവർക്ക് ഖണ്ഡിക്കുകയുമാകാം. പക്ഷെ വസ്തുത വളരെ ഗൗരവമാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയെയും ഏകകോശ ജീവിയായ ഹമീബയെയും ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെയും എല്ലാം സൃഷ്ടിച്ചവൻ നേരത്തെ ഫാദർ പറഞ്ഞ ഒരേ ഒരു ദൈവമാണ് എന്നതാണ് ഇസ്ലാം ലോകത്തോട് പറയുന്ന കാതലായ വശം. ശരിയും തെറ്റും നിങ്ങൾക്ക് വേർതിരിക്കാം. മത താരതമ്യ പഠനത്തിലൂടെ ശരിയായതിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഓം അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിനർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. സംസ്കൃത നിഘണ്ടുവിലും വിശ്വവിജ്ഞാന കോശത്തിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട പ്രാർത്ഥന എന്താ? ഓം അസദോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലെത്തണം. ഒരു പ്രാർത്ഥനയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ ഈശ്വര പ്രപഞ്ചനാഥ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്. നോക്കൂ നിങ്ങൾ, അനശ്വരമായ ജീവിതം. തമസോമാ ജ്യോതിർഗ മൃത്യോമാ അമൃതംഗമയ, പിന്നെ മരണല്ല. അനവധി തവണ ചാക്രിക പ്രവാഹമായി ജനിച്ചു, പിന്നെ നായയായി, ചണ്ടാലനായി, പന്നിയായി, ജന്തുവായി, പാമ്പായി, പിന്നെ വീണ്ടും മനുഷ്യനായി, വീണ്ടും പാമ്പായി. ഇല്ല എന്ന് തന്നെയാ പറയുന്നത്. അവിടെ പറഞ്ഞത്, ഈ ലോക ജീവിതം കഴിഞ്ഞ് ദൈവത്തെ കണ്ടുമുട്ടി രക്ഷയുടെയും ശിക്ഷയുടെയും ലോകത്തെത്തി. നന്മ ചെയ്തവർക്ക് സമ്പൂർണമായ സ്വർഗപ്രവേശനം, തിന്മ ചെയ്തവർക്ക് സമ്പൂർണമായ നരകപ്രവേശനം. അത് വളരെ കൃത്യമായി വേദങ്ങൾ പറയുന്നുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 2 പോയിന്റുകൾ. ഒന്ന്, ദൈവം ഏകനാണോ? നമ്മൾ ആരാധിക്കേണ്ടത് അവനെയാണോ? 2, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? സ്വർഗവും നരകവും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? അത് വേദങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പഠനങ്ങളും മരണങ്ങളും നിരീക്ഷണങ്ങളും അവിടെയാണ് നിൽക്കുന്നത്. അതല്ല, അതിനേക്കാൾ ഉത്തമമാണോ ഇനി പഠനം? എങ്കിൽ തുടരാവുന്നതാണ് നമുക്ക് എന്നാണ് ഞാൻ പറയും. നമ്മൾ ഒരിക്കലും അസത്യത്തിലായി മരിച്ചു പോകരുത്. അതാണ് ഏറ്റവും ഭയാനകരം. നോക്കൂ, അപ്പൊ അദ്ദേഹം പറയുന്നത്, അനേക ഈശ്വരന്മാരുണ്ടോ എന്ന ചോദ്യത്തിന് സ്വാമിജിയുടെ മറുപടി ഇല്ല. വേദഗ്രന്ഥത്തിൽ ഒരിടത്തും അങ്ങനല്ല. എന്തുകൊണ്ട്? സ്വാമി ദയാനന്ദ സരസ്വതി വേദഗ്രന്ഥത്തിൽ ഒരിടത്തും ബൗദ്ധൈവ വിശ്വാസമില്ല, വ്യത്യസ്ത ഈശ്വരന്മാരില്ല, ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം കേട്ടോളൂ. വേദങ്ങളിൽ അനേക ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? ദേവതകളെ പറ്റി പറയണ്ടല്ലോ, ദേവിമാരെ പറ്റി പറയണ്ടല്ലോ, എന്താണ്? അതിനിടയിൽ ഒരു വാചകം കൂടെ ഞാൻ ഉദ്ധരിച്ചു കൊള്ളട്ടെ. ഹിന്ദു ധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ട് വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ളയാണ് അതിന്റെ ഓദർ. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അതതിന്റെ മേൽവിലാസമാണ്. യുവാക്കൾ വാങ്ങണം, വായിക്കണം. സംഗീതവും സിനിമയും സീരിയലും അതിനൊക്കെ അപ്പുറത്ത് ലോകത്ത് മനുഷ്യന്റെ ജീവിതം ശരിക്കടക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ വേദപഠനങ്ങൾ നടത്തണം. ആ വേദപഠനത്തിലൂടെ അല്ലേ നമുക്ക് രാജേഷിന്റെ വേദപഠനത്തിലൂടെ ഹൈന്ദവ വേദങ്ങളെ കുറിച്ച്, ഹിന്ദു ധർമ്മത്തെ കുറിച്ചുള്ള പഠനം വേദഗ്രന്ഥങ്ങളിലൂടെ അവ പഠിക്കാൻ തയ്യാറാകുക. ഹിന്ദുധർമ്മ 21-ാം അധ്യായം നമ്പർ 21, പേജ് നമ്പർ 148.
മൂന്നാമത്തെ പാരഗ്രാഫ് 1-2 വരി തെളിവാണ് പറയുന്നത്. പരിശോധിക്കാവുന്നവർക്ക് കൃത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റേതായ ഒന്നും ഞാനിതിൽ പറയണില്ല, മറിച്ച് വേദങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദം എന്ത് പഠിപ്പിച്ചോ അവിടെയെല്ലാം നമ്മളിൽ പലരും വേദത്തിനെതിരായി നമ്മുടെ യുക്തിയാണ് പറയുന്നത്, നമ്മുടെ ന്യായമാണ് പറയുന്നത്, നമുക്ക് ഉറപ്പില്ലാത്തതാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യുക്തിയെ അവലംബിക്കാതെ ശാസ്ത്രവും ലോകവും ഒക്കെ പഠിക്കാനായി യുക്തി, പ്രമാണം പഠിക്കാൻ യുക്തി വേണ്ട. പ്രമാണം ദൈവം അവതരിപ്പിച്ചതാണ്. കാരണം എന്താ? നമ്മളെ കുറിച്ച് അറിയുന്ന ദൈവം നമുക്ക് സമഗ്രമായി പഠിപ്പിച്ചു തന്നു. ദൈവം ഇടപെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവ്യക്തത ഉണ്ടോ, ന്യൂനതകളുണ്ടോ? സൂര്യൻ 6:30 ഉദിക്കുന്നു എന്ന് വിചാരിച്ചോ? കറക്റ്റ് 6:30 ഉദിക്കുന്നു. ചന്ദ്രന്റെ നിലാവലകൾ ഒരു വ്യത്യാസം ഒന്നും വരെ വന്നിട്ടില്ല. കാരണം അത് ദൈവം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന ജനശതാബ്ദി ട്രെയിനുകൾ, അതുപോലെ അനവധി സംവിധാനങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം പോലും അങ്ങനെയല്ലേ സഹോദരങ്ങളെ? അപ്പം മനുഷ്യരിടപെടുന്നിടത്തൊക്കെ അതുണ്ടാവും. ദൈവം ഇടപെടുന്ന ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അറിയോ നിങ്ങൾക്ക്? ഈ ഭൂമി, ഈ സ്റ്റേജും നാം ഇരിക്കുന്ന കസാര ഉൾപ്പെടെ ഈ ഗോളം സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. ഈ പ്രതിഭാസമൊക്കെ നിയന്ത്രിക്കുന്ന കൺട്രോളർ ആരാ? സുപ്രീം പവർ ആരാ? അവനെയാണ് ഇതുവാൻ വേദകുൻ എന്ന് വേദഗ്രന്ഥം സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാരാ? വിരാട് പുരുഷൻ ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സതാധാര പൃഥ്വിയും ദ്യാമുദേവായ. ഋഗ്വേദം പറയാൻ, ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ എന്താ പറഞ്ഞത്? വളരെ വ്യക്തമാണ്. ഞാനത് വേദത്തിൽ നിന്ന് തന്നെ ഈ വാചകം ഉദ്ധരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. നമ്മൾ വളരെ ഗൗരവമായി വേദം എന്ത് പറയുന്നു എന്ന് നമ്മളല്ല പറയേണ്ടത്. വേദത്തിൽ എന്താ ഉള്ളത്? അതിന് ഏറ്റവും പ്രാമാണികരായ ആളുകൾ, പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? ഞാൻ വ്യാഖ്യാനിക്കാൻ പാടില്ല ഇസ്ലാമിനെ, സ്വാമിജി വ്യാഖ്യാനിക്കാൻ പാടില്ല ഹിന്ദു മതത്തെ, ഫാദർ വ്യാഖ്യാനിക്കാൻ പാടില്ല ക്രിസ്തു മതത്തെ. അതിന് കൃത്യമായ ഒരു പ്രമാണമുണ്ട്. ഉണ്ടെങ്കിൽ ആ പ്രമാണം എന്ത് പറയുന്നു കേട്ടോളൂ. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭുവനങ്ങളുടെയും അധീശാധികാരി. അവരാണ് എന്നല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലാണ് ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് കുൽ ഹുവല്ലാഹു അഹദ്. പറയുക ദൈവം മേഘനാണ്. നോക്കൂ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. മഹാനിർവാണ സ്ത്രോത്രത്തിലുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭുവനങ്ങളുടെയും അധീശാധികാരി. അവനെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അല്ല. അങ്ങനെയല്ല വേദം പറഞ്ഞത്. അതുപോലെ ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു അല്ല. നോക്കൂ, വേദം പറയുന്നത് അവനാണ് സകല ഭുവനങ്ങളുടെയും അധീശാധികാരി. അവൻ ഭൂമിയെയും സ്വർഗത്തെയും, ഋഗ്വേദം പറയാണ്, ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം പറയാണ്, അവൻ ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ലോകം മുഴുവൻ അവന്റെ കൽപ്പന അനുസരിക്കുന്നു. അതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇത് ഋഗ്വേദത്തിൽ പറഞ്ഞാൽ ഈ ഋഗ്വേദത്തിലെ വാചകത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനായ, അനുപമനായ, അദ്വിതീയനായ, സർവദയാലുവായ, പരമകാരുണികനായ 714 കോടി മനുഷ്യരുടെയും ദൈവം കണ്ടോ? ഈ ലൈറ്റിൽ പാറിയെടുക്കണ കൊച്ചു പ്രാണി കണ്ടോ നിങ്ങൾ? അതിന്റെ കാലിനെ ഡിസൈൻ ചെയ്ത, അതിന്റെ ചിറകിനെ ഡിസൈൻ ചെയ്ത, അതിന്റെ ഉടലിനെ ഡിസൈൻ ചെയ്ത ആ ശക്തി ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, തലശ്ശേരിയിൽ ഈ പ്രസംഗം നടക്കും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആരാണ് ഈ പ്രപഞ്ചത്തെ? ഒരു 10 മണി മുല്ല 10 മണി കറക്റ്റിന് അത് വിടരുന്നു. ആരതിനോട് 10 മണിക്ക് വിടരാൻ പറഞ്ഞു? ആ സർവശക്തി ആരാണ്? ഖുർആനിന് മറുപടിയുണ്ട്, വിശുദ്ധ ഖുർആന് മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. ആരാണ്? സർവശക്തനായ പടച്ച തമ്പുരാൻ, ലോകത്തിന്റെ സിട്ടാവ്. അപ്പൊ ലോകത്തിന്റെ സിട്ടാവാണ് നമ്മുടെയൊക്കെ സിട്ടാവ്. നമ്മളൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ബാന്ധവ, നേരത്തെ ബഹുമാനനായ സ്വാമിജി പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു പോയിന്റ് ഉണ്ട്. അതെന്താ? നമ്മളൊക്കെ ഒരു തറവാട്ടിലെ അംഗങ്ങളാണ്. നമ്മുടെ തറവാട് ഒന്നാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഞാൻ നിങ്ങളും എങ്ങനെ അന്യരായിപ്പോയി? പല ആളുകളോട് ചിരിച്ച ആളുകൾ ചിരിക്കണില്ല. വെള്ളത്തുണിയും കുപ്പായിട്ട് ഒരുത്തനോട് ഒരു ചോന്ന തുണി എടുത്തവൻ ചിരിച്ചാൽ മോൻ ചിരിക്കണില്ല. ഒരു ചോന്ന തുണി എടുത്തവരോട് ഞാൻ ചിരിച്ച എന്ത് പറ്റി നമുക്ക്? ആര് നമ്മളെ ചതിച്ചു? ആര് നമ്മളെ വഞ്ചിച്ചു? ആത്മാവ് തട്ടിയാൻ സംസാരിക്കണേ.
വർഗീയ കലാപങ്ങൾ ഉണ്ടാകരുത്, വിഭാഗീയതകൾ ഉണ്ടാകരുത്, തമ്മിത്തല്ലുണ്ടാകരുത്. ഒറ്റ മാർഗ്ഗേ അതിനുള്ളൂ, വേദത്തിലേക്ക് മടങ്ങുക. വേദത്തിലേക്ക് മടങ്ങിയ ഈ കലാപൊന്നുമില്ല. സുഹൃത്തുക്കളെ, വേദം പറയണ എന്താ? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ലോകാണ് തറവാട്. ഞാനും നിങ്ങളൊരു അച്ഛന്റെ അമ്മയുടെ മക്കളാ, ശിവപാർവതിമാരുടെ മക്കളാണെന്നൊരു സങ്കല്പമില്ലേ ഹൈന്ദവതയിൽ? ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് ലോകത്തുള്ള എല്ലാവരും. ആദം ഹവ്വ ദമ്പതികളുടെ മക്കൾ 714 കോടി മനുഷ്യരുമാരാ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആ മക്കളായ നാം നമ്മുടെ സിട്ടാവ് ഏകനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് സൂര്യനും ചന്ദ്രൻ. നോക്ക് നിങ്ങൾ, സൂര്യന് ഹിന്ദുവിന് വേണ്ടി, മുസ്ലിമിന് വേണ്ടി, ക്രിസ്ത്യാനിക്ക് വേണ്ടി ഉദിക്കുന്നുണ്ടോ? മനുഷ്യർക്ക് വേണ്ടിയാണ്. ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നു, മനുഷ്യർക്ക് വേണ്ടിയാണ്. കാർമേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നു, മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ പുഷ്പങ്ങൾ വിടരുന്നു, മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ ചെടികൾ മുളക്കുന്നു, മനുഷ്യർക്ക് വേണ്ടിയാണ്. ഖുർആൻ പറയുന്നത് കേട്ടോളൂ, 2-ാം അധ്യായം 29-ാമത്തെ വചനം. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. കണ്ടോ? അറേബ്യക്കാരനെന്നല്ല, വെളുത്തവനെന്നല്ല, കറുത്തവനെന്നല്ല, ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്രനെന്നല്ല, മനുഷ്യർ. വല്ലാത്തൊരു ചിന്തയത്. നോ ഈസി വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥ വിമോചകൻ, ദക്ഷിണാഫ്രിക്കയുടെ വിമോചകൻ നെൽസൺ മണ്ടേല, ഭാരതരത്നം ലഭിച്ച നെൽസൺ മണ്ടേല, നെഹ്റു അവാർഡ് ലഭിച്ച നെൽസൺ മണ്ടേല, ഗാന്ധിജിയുടെ പേരിലുള്ള സമാധാന സമ്മാനം കിട്ടിയ, അവാർഡ് കിട്ടിയ നെൽസൺ മണ്ടേല. അദ്ദേഹം പറഞ്ഞ എന്താ? നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ, 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാന് എന്റെ തൊലി കറുത്തുപോയി എന്നുള്ളത് കൊണ്ടാ. രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, എന്റെ സ്വഭാവം മോശമായിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയി. ഇന്നും ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗ്ഗക്കാരന് ചർച്ച വേറെ, കറുത്ത വർഗ്ഗക്കാരന് ചർച്ച വേറെ. എന്തിന്? നമുക്കറിയാവുന്ന നമ്മുടെ കേരളം. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഏതാ ജാതി? ബ്രാഹ്മണ ജാതിയാ, ക്ഷത്രിയ ജാതിയാ, വൈശ്യജാതി അല്ല. പറയനാ പൊലയനാ അല്ല പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ജാതി, മനുഷ്യജാതി. ഭാസ്കരനും സുരേന്ദ്രനും ദേവനും സുബേറും അബ്ദുൽ ഖാദറും ആയിഷയും ജോർജും ജോസഫും ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കൾ. നിങ്ങൾക്കൊക്കെ ദൈവമാണ് നിറം നൽകിയത്. നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത്. ആരും ഇവിടെ മോശക്കാരില്ല, എല്ലാവരും സിട്ടാവിന്റെ അടിമകൾ. എത്ര ഉജ്ജ്വലമാണ്! എല്ലാ ആളുകളും വരെയാണ് സിട്ടാവിന്റെ അടിമകൾ. അപ്പോ ഏക ദൈവത്തെ കുറിച്ച് പറയുന്നു. ഇനി നിങ്ങൾ നോക്ക്, സ്വാമി ദയാനന്ദ സരസ്വതിയോടുള്ള 2-ാമത്തെ ചോദ്യം. ആ 2-ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. വേദങ്ങളിൽ അനേക ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താ? സ്വാമിജി പറയണ കേട്ടോളൂ. പൃഥ്വി മുതലായവക്ക് ഗുണങ്ങളുള്ളത് കൊണ്ട് ദേവതകൾ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവ ഈശ്വരനാണെന്നോ ഉപാസനായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ അത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ദേവൻ എന്നാണ് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ്. ദേവന്മാരുടെ കൂടി ദേവനായ സർവേശ്വരനെ മഹാദേവനായി പറയുന്നത്. അടുത്ത വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എങ്കിൽ നമ്മൾ തല്ലേണ്ടി വരില്ല. ഹിന്ദുവിന് മുസ്ലിമിന് വെറുക്കേണ്ടി വരില്ല, മുസ്ലിമിന് ഹിന്ദുവിന് വെറുക്കേണ്ടി വരില്ല. ഞാൻ ചോദിക്കുന്നു, അടിസ്ഥാനപരമായ ഒരു ഐക്യമാണോ? കേവലം പ്രസംഗത്തിലെ പോളീഷാണോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അടിസ്ഥാനപരമായ ഐക്യത്തെ കുറിച്ചാണ് പറയും. മനുഷ്യരെങ്ങനെ ഭിന്നിച്ചു എന്ന ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അടുത്ത വാചകം കേട്ടോളൂ. സ്വാമി ദയാനന്ദ സരസ്വതി പറയാൻ, സകല ലോകങ്ങളുടെയും അടിവരയിടണേ മാധവ, അടിവരയിടണേ സുരേന്ദ്ര, അടിവരയിടണേ ഗംഗാധര, അടിവരയിടണേ സുബ്രഹ്മണ്യ. കേട്ടോ എന്താ പറയണത്? സകല ലോകങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നവനും ന്യായാധീശനും അധിപതിയും അദ്ദേഹം തന്നെ, ഈ ലോകത്തിന്റെ സിട്ടാവ്. ഇതാണ് സത്യാർത്ഥ പ്രകാശം 275-ാമത്തെ പേജ് പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുന്ന എനിക്ക് നിങ്ങളോട് നുണ പറയാൻ പറ്റുമോ? ദൈവം ഒന്നാണെന്നും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ സൃഷ്ടിച്ച് ഈശ്വരൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നുവെങ്കിൽ അതെനിക്ക് ഹൈന്ദവരോട് വായിച്ച് കളിപ്പിച്ചുകൂടെ? ചിന്തിച്ചുകൂടെ നമുക്ക്? എന്തിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ? നിങ്ങൾക്കറിയോ? മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരം, അതിനെക്കുറിച്ച് പറയും. ഇതൊക്കെ ചരിത്രാട്ടോ. എന്തെങ്കിലും എന്റെ വക പറഞ്ഞു നിങ്ങൾ പറയരുത്. എന്റെ ഒരക്ഷരത്തിൽ പോലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. തെളിവായിരിക്കും ഞാൻ പറയുന്നു. അത് അഹങ്കാരം കൊണ്ട് പറയല്ല. ഇതിന്റെ സംഘാടകർ ഇത് ഏൽപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. അവർ പറഞ്ഞു, വിഷയത്തിലൂന്നി നിങ്ങളിത് നല്ല ഗംഭീരമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സംഘാടകരുടെ ആഗ്രഹമാണ്.
ഒരാളെ ഗാനമേളക്ക് വിളിച്ചാൽ അത് കൊളാക്കാനും പാടില്ല, ഓനെ നന്നാക്കി എടുക്കണം. അത് ദൈവത്തോട് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതം പറയുമ്പോൾ അത് ദൈവത്തോടുള്ള ബാധ്യതയാണ്. സംഗീതത്തെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സംഗീതം മനുഷ്യന് ഉപകാരമില്ലെന്ന കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. ഞാൻ പറയുന്നത് അടുത്ത വാചകം കേട്ടോളൂ. അടുത്ത വാചകം എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാചകമാണ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ, വോളിയം 1, പേജ് 189, AD പുസൽക്കാർ. AD പുസൽക്കാർ പറയാൻ, AD പുസൽക്കാർ മുസ്ലിമല്ല, ഉത്ഖനന ഗവേഷണ രംഗത്ത് ചിന്തിച്ചൊരു ചരിത്ര പണ്ഡിതനാണ്. AD പുസൽക്കാർ പറയുന്നത്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, നമുക്കൊന്നാകാൻ, ഇന്നത്തെ രാത്രി ഒന്നായി ചേരാൻ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരെടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരെടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണക്കാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ തന്നെ മതപരമായ പ്രതിഷ്ഠകൾ, ബിംബം, രൂപം, സ്തൂപം, കുരിശ്, നിലവിളക്ക്, അതുപോലെ നമ്മുടെ ചന്ദ്രക്കര തുടങ്ങി ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കെട്ടിടങ്ങളിൽ മതപരമായ പ്രതിഷ്ഠയൊന്നും തന്നെ ഇല്ല. വിഗ്രഹങ്ങളോ ആൽത്താരകളോ മറ്റാരാധ്യ വസ്തുക്കളോ ഒന്നും അവയിലില്ല. പുരാതന, അടുത്ത വാചകം എല്ലാവരും ഹൃദയത്തെ തട്ടി വായിച്ചോളൂ. പുരാതന നാഗരികതകളിൽ മതത്തിന് എപ്പോഴും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത പ്രധാന ഘടകം മതമായിരുന്നിട്ടും, എത്രയോ സഹസ്രാബ്ദങ്ങൾ മതവിശ്വാസികളായിരുന്നു ഭാരതീയർ, എന്നിട്ടും AD പുസൽക്കാർ പറയാൻ, അറിവാണ് ഞാൻ പറയുന്നത്, അറിവും അഭിപ്രായവും വ്യത്യാസങ്ങൾ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് പറയാറുണ്ട്. ഇസ്ലാം അങ്ങനെയല്ല പറഞ്ഞു, മതം ഖണ്ഡിതമാണ്. ഓരോരുത്തരുടെ അഭിപ്രായമല്ല മതം, അത് വേറെ. ഇപ്പൊ ഞങ്ങൾ മദ്ഹബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മദ്ഹബ് എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാണ്. അഭിപ്രായം മാറാം, പക്ഷെ ഇത് ഖണ്ഡിതമാണ്. കേട്ടോളൂ, വളരെ ശ്രദ്ധിച്ചോളൂ. ഏറെ പ്രാധാന്യമുണ്ടായിട്ടും പ്രധാന ഘടകം മതമായിരുന്നിട്ടും സിന്ധു നദീതടത്തിൽ നിന്ന് യാതൊരു ആരാധ്യ വസ്തുവും കിട്ടിയില്ല എന്നത് നിശ്ചയമായും വിചിത്രമാണ്. അപ്പൊ രൂപമുണ്ടായിരുന്നില്ല, പ്രതിമയുണ്ടായിരുന്നില്ല, ഒന്നുണ്ടായിരുന്നില്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാതലായ കാര്യമാണ്. ഇനി മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തർജുമാനുൽ ഖുർആൻ, ആ തർജുമാനുൽ ഖുർആനിൽ പറയണ കേട്ടോളൂ, അതോടെ കേട്ടോളൂ. ഇതൊക്കെ ചരിത്ര തെളിവുകളാ പറയും. മോഹൻജദാരോ ഹാരോവിലെ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലവും വ്യക്തമാക്കുന്നത് ഈ വസ്തുത തന്നെയാണ്. മോഹൻജദാരോ ഹാരോവിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഓം എന്ന് വിളിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നതാണ്. ഇതിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നാണ്. ഇതുവാൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഭരിക്കുന്നത് ഈ ഏക അസ്തിത്വമാണ്. എല്ലാം ഭരിക്കുന്നവൻ ഈ ഏക അസ്തിത്വമാണ്. ഇനിയോ അടുത്ത കേട്ടോളൂ. അവന്റെ നിയമമനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവന്റെ ഒരു ഗുണം വേദക്കൂൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റബ്ബ് എന്ന അറബി പദം പറഞ്ഞല്ലോ, പരിപാലകൻ. വേദക്കൂൺ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താ? എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ, ഒരിക്കലും ഉറങ്ങാത്തവൻ, മഴങ്ങാത്തവൻ, ക്ഷീണമില്ലാത്തവൻ, ഉറങ്ങിപ്പോകാത്തവൻ, തൂങ്ങി ഉറങ്ങാത്തവൻ. അലം യാലം ബി അന്നല്ലാഹ യറാ. ഖുർആനിലെ 96-ാം അധ്യായം 14-ാമത്തെ വചന. എല്ലാം കാണുന്നവനാണ് പടച്ചവൻ, അവൻ എല്ലാം കാണുന്നു. അപ്പൊ എല്ലാം കാണുന്ന പടച്ചവൻ, എല്ലാം കേൾക്കുന്ന ഈശ്വരൻ, ഇതാണ് വേദങ്ങളിലുള്ളത്. ഇത് ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതല്ലേ? കേട്ടോളൂ അടുത്ത വാചകം. ഭരിക്കുന്നവൻ വേദക്കൂൺ എന്നായിരുന്നു, എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ എന്നാണ് ഇതിന്റെ താല്പര്യം. മഴക്കമോ ഉറക്കമോ ഇല്ലാത്ത എന്ന് ഖുർആൻ പ്രയോഗിച്ചതിന് തുല്യം. തർജുമാനുൽ ഖുർആൻ വോളിയം 1 103-ാമത്തെ പേജ്. ഇനിയോ ചതുർവേദങ്ങൾ. ചതുർവേദങ്ങൾ രസകരമാണ്. ഞാൻ എന്റെ കൂടെ പഠിച്ച എന്റെ രാകേഷ്, പ്രിയങ്കരനായ എന്റെ രാകേഷ്, എന്റെ കൂട്ടുകാരനെ എത്രയോ കാലശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അവന് പട്ടാളത്തിലാണ്, പഞ്ചാബില്. രാകേഷിനെ ഞാൻ കണ്ടു, വളരെ യാദർശികമായാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ രാകേഷിന് അത്ഭുതം, എനിക്കും അത്ഭുതം. ഒരുപാട് കാലശേഷം കാണുകയാണ്. 6-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 20-25 കൊല്ലങ്ങൾക്ക് ശേഷം കാണുകയാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെ കണ്ട എനിക്ക് അവനോടും അവൻ എന്നോടും ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടിയവരാണ്. അതുകൊണ്ട് തന്നെ രാകേഷ്, ഞാനും അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു.
ക്ഷണിച്ചപ്പോൾ അവന്റെ വീട്ടിൽ ചതുർവേദമുണ്ടായിരുന്നു. നിങ്ങൾ വേദത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചതുർവേദമുണ്ടായപ്പോ ഞാൻ അവനോട് അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ ആ യജുർവേദം ഒന്ന് എടുക്കാമോ? അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, എടാ മാപ്പിളച്ചക്ക, പൂച്ചക്ക് എന്താടാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ജി മുസ്ലിം അല്ലേ, എന്ത് യജുർവേദം? ഞാൻ പറഞ്ഞു, നീ എടുക്ക്, യജുർവേദം എടുക്കൂ. അവൻ ഞാൻ പറഞ്ഞു 32-ാമത്തെ അധ്യായം മറച്ചു വെക്ക്, 32-ാമത്തെ അധ്യായം നീ എടുക്ക്. 32-ാം അധ്യായം അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തി. ഞാനോട് പറഞ്ഞു, 3-ാമത്തെ സൂക്തം ഒന്ന് വായിക്ക്. നോക്കണേ, ഞാനിവിടെ അധ്യായ നമ്പറും വചന നമ്പറും പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് നോക്കാം, ആർക്കും. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം, അതല്ലേ തെളിവ്? അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയണതിന് തെളിവെന്താ? അതാ പറയും. ദൈവം ഏകനാണെന്ന് നിങ്ങൾ പറയുന്നു, ദൈവത്തിന് പ്രതിമയില്ലെന്ന് നിങ്ങൾ പറയുന്നു, എങ്കിൽ എന്താ തെളിവ്? കേട്ടോളൂ. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് വായിക്കുന്നു. ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് രൂപമില്ല, ദൈവത്തിൻ്റെതെന്ന് കൽപ്പിച്ച് പ്രതിമ വെച്ച് ആരാധിക്കുന്നത് ശരിയല്ല എന്നാണ് അവിടെ. ഞാൻ അതിന്റെ ഭാഷ്യം വായിക്കാൻ പറഞ്ഞു, അവനോട് വായിച്ചു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, രാകേഷ്, നീ എന്റെ ആത്മസുഹൃത്താണ്, അതെന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, പൂജാമുറിയാണ്. ആ പൂജാമുറിയിൽ എന്താന്ന് ചോദിച്ചു. അത് പ്രതിമയാണ്. രാകേഷ്, യജുർവേദം നിന്റെ തലക്ക് മേതെ പൂജാമുറിയുടെ നേരെ ഓപ്പോസിറ്റ് വെക്കുക. ബിംബാരാധന പാടില്ലെന്ന് യജുർവേദം പറയാ, എന്നിട്ട് നീ അത് ചെയ്യ അല്ലേ? അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അതവന്റെ മനസ്സിൽ സ്വാധീനിച്ചു. ഞാനിവിടെ സ്വാമി ദയാനന്ദ സരസ്വതിയെ ഉദ്ധരിച്ചു. നിങ്ങൾക്ക് ചോദിക്കാം, അദ്ദേഹം ജീവിച്ചിരുന്ന ആളാണ്, ചരിത്ര പുരുഷനാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത ആളാണ്, ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ്. ഇതര മതങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആര്യ സമാജത്തിലൂടെ വന്നു എന്നാ കണക്ക് ശരി എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പുസ്തകം 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 32-ാമത്തെ പേജ്, 515-ാമത്തെ പേജിൽ പറയാണ് 16 ദൂഷ്യമുണ്ട് ബിംബാരാധനക്ക്. ആ ബിംബാരാധന പാപമല്ല എന്നെങ്ങനെ പറയും? മാത്രമല്ല, കേനോപനിഷത്ത്, ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ പരാമർശമല്ല, കേനോപനിഷത്ത് ഇല്ല എന്ന് ഞങ്ങൾ പറയും. കേനോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ 6-7 സൂക്തം എന്താ? യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതി ത്വം ഉപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതി ത്വം ഉപാസതേ. എന്താ അതിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, എന്താ ഇതിന്റെ അർത്ഥം? നീ രൂപം വെച്ച് വിഗ്രഹം വെച്ച് ആരാധിക്കുന്നുണ്ടല്ലോ, അത് സാക്ഷാൽ ദൈവമല്ല. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ, നിന്റെ കണ്ണുകൊണ്ട് പ്രാപിക്കാൻ പറ്റാത്തവനാരോ അവനാകുന്നു നിന്റെ ദൈവം. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഒരുപാട് ക്ഷേത്രത്തിൽ സ്വാമിജിമാരും പ്രഗത്ഭരായ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമി ഉൾപ്പെടെ, അയ്യപ്പദാസ് ഉൾപ്പെടെ, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും അധ്യക്ഷത വഹിക്കുന്ന സ്വാമിമാരുൾപ്പെടെയുള്ള വേദിയിൽ ഇസ്ലാമിനെയും വേദഗ്രന്ഥത്തെയും അവതരിപ്പിക്കാൻ ഈശ്വരൻ അല്ലാഹു പരമകാരുണികൻ റബ്ബുൽ ആലമീൻ ഈ ഉള്ളവൻ അവസരം തന്നിട്ടുണ്ട്. ഒരാള് പോലും ഞാൻ അവതരിപ്പിച്ച വിഷയം തെറ്റാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഫാദർ നേരത്തെ പോയതുകൊണ്ട് നിങ്ങൾക്കറിയുമോ, കുരിശ് വെക്കുന്നതിനെ കുറിച്ച്, അതുപോലെ യേശുക്രിസ്തുവിന്റെ രൂപം വെക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ രൂപം വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അത് ആദ്യം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. BR അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പ് ചേർത്ത് വമ്പിച്ച കലാപം ഉണ്ടായി ബോംബെയിൽ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാപല്ലാതാകണം, വർഗീയതല്ലാതാകണം. അതിന് ദൈവം പറഞ്ഞേ കേൾക്കണം. ദൈവം പറഞ്ഞേ കേൾക്കാത്തോണ്ട് അവിടെ കുഴപ്പമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ചു, BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആളാ കൊല്ലപ്പെട്ട്. അത് പ്രതിമ ഉള്ളോണ്ടല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാഗത്തിങ്ങലാന എന്നെ കുത്തൂല. അപ്പൊ ചോദിച്ചു, അതെന്താ മൂപ്പിലാലേ? നാഗത്തിങ്ങല ആന നിങ്ങളെ കുത്താത്ത എന്താ മൂപ്പിലാലേ? അപ്പൊ അദ്ദേഹം പറയാണ്, നാഗത്തിങ്ങല ആന നിൽക്കുന്നതിന്റെ 7 അയലത്ത് ഞാൻ പോകൂല, എന്നാലല്ലേ കുത്തുക, ആനയുടെ അടുത്ത് പോയാലല്ലേ കുത്തുക. ഇപ്പൊ ഇസ്ലാമിൽ വിഗ്രഹം തകർത്തിട്ടൊരു കലാപം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ? ഞാൻ ഈ തലശ്ശേരിയുടെ പ്രസംഗം കേൾക്കുന്ന സാധുക്കളായി ഞങ്ങളോട് ചോദിക്കുകയാണ്, ആകാംക്ഷയോടുകൂടി ഇത് കേൾക്കുന്ന നിങ്ങളോട്, മുഹമ്മദ് നബീന്റെ പ്രതിമ തകർക്കപ്പെട്ടിട്ടൊരു ഈച്ചനെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ ഇസ്ലാമിൽ? ഇല്ലെങ്കിൽ പറയൂ, അതല്ലേ ശരി? ഒറീസയിൽ പ്രതിമ തകർക്കപ്പെട്ടു, യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, കലാപം ഉണ്ടായില്ലേ? ഹൈന്ദവ ക്രൈസ്തവ കലാപം. നേരെ മറിച്ച് മുഹമ്മദ് നബീന്റെ പ്രതിമല്ല. ലോകത്ത് പ്രതിമയില്ലാത്ത ഒരേ വിശ്വാചാര്യൻ. കാരണം വേദം പറഞ്ഞ പ്രതിമ പാടില്ല എന്ന്. അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ്, അച്ഛൻ ഇരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ സംഘാടകരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അവരെ 2 പേരെ പ്രസംഗവും ഞാൻ കേട്ടു. അതുപോലെ അവർ നമ്മുടേതും കേൾക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. സാരല്ലേ, അവർക്ക് തിരക്കുള്ളതുണ്ടാവും, അവർ പ്രമുഖരാണല്ലോ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവരിരിക്കാത്തത് കൊണ്ട് അവർക്കത് ഒരിക്കലും മനസ്സിലാവില്ല. അവരാണല്ലോ നേതാക്കന്മാർ.
അവരാണല്ലോ ജനങ്ങളെ തെറ്റുതിരുത്തേണ്ടവർ അല്ലേ? പറയൂ പറയൂ. ഒരച്ഛനല്ലേ മകന്റെ തെറ്റുതിരുത്തേണ്ടത്? ഒരു സ്വാമിജിയല്ലേ ഹൈന്ദവരുടെ തെറ്റുതിരുത്തേണ്ടത്? ഒരു മുസ്ലിമായി ഞാൻ പണ്ഡിതനാണെങ്കിൽ ഞാനല്ലേ മുസ്ലിങ്ങളുടെ തെറ്റുതിരുത്തേണ്ടത്? നിങ്ങൾ നോക്കൂ, ഖബർ കെട്ടിയുയർത്തി ആരാധിക്കുന്ന മുസ്ലിങ്ങൾ ശരിയല്ല, ഇസ്ലാമല്ല, മതല്ല. അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ബൈബിൾ നിങ്ങൾ ഇപ്പൊ എടുത്തോ. ഇവിടെ ചെന്ന് ചർച്ചിൽ ചെന്ന് ഒരു അച്ഛനെയും വിളിച്ച് ബൈബിൾ എടുത്ത് ഇവിടെ നിർത്തി വെച്ച് നോക്കൂ. ബൈബിളിൽ ഉള്ളത് എന്താ? ബൈബിളിലുള്ളത് കേട്ടോളൂ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം മനസ്സിരുത്തി. ഞാൻ എറണാകുളം ജോലി ചെയ്ത കാലത്ത് ഒരു പ്രായം ചെന്ന അച്ഛനായിട്ട് എനിക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എപ്പോഴും ബൈബിളിന്റെ ഓരോ കാര്യങ്ങൾ, ആ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. 12 കൊല്ലത്തോളായി ഈ കാലയളവിനിടയിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഫാദർ, ഈ ബൈബിളിന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ നേരെ ചുവട്ടിൽ ബൈബിൾ വെച്ച് ശരിയായില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ മകനെ? ഞാൻ പറഞ്ഞു, അച്ഛോ, ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബിംബം നാട്ടാൻ പാടില്ല, യേശുക്രിസ്തുവിന്റെ പ്രതിമ വെക്കാൻ പാടില്ല എന്ന് നിങ്ങളെ ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആവർത്തന പുസ്തകം എടുത്തോളൂ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുത്തോളൂ. അപ്പൊ അച്ഛൻ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാചകം അച്ഛൻ വായിക്കൂ എന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് വായിപ്പിച്ചു. അച്ഛൻ എനിക്ക് വായിച്ചു തന്ന വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു നോക്കാം, തൊട്ടടുത്ത് ചർച്ചുണ്ട്, എടുത്തു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എളുപ്പമുണ്ട്, ബൈബിൾ ഇങ്ങനെ പേജ് മറക്കണ്ട. 14-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം. അതിൽ എന്താ പറയണെന്നറിയോ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടോ? ഇല്ല. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പറവചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കരുത്. ഉണ്ടാക്കി ദൂഷിതനാകരുത്. അപ്പൊ എന്താ പറഞ്ഞേ? കന്യാമറിയമിന്റെ പിക്ചർ ഉണ്ടാക്കാൻ പാടില്ല, യേശുവിന്റെ പിക്ചർ ഉണ്ടാക്കാൻ പാടില്ല, രൂപമുണ്ടാക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് അതുണ്ടാക്കി ചർച്ചിന്റെ മുമ്പിൽ വെക്കുക. എന്നിട്ട് ആർക്കെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ആ ബിംബം തകർക്കുക. എന്നിട്ട് കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കുക. ആരാ കുറ്റക്കാര്? വെച്ചവരോ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കിയവർ ആരാ? ഞാൻ പറയുന്നത് ഇന്ത്യയിലല്ല, ലോകത്തുണ്ടാകുന്ന മതകലാപങ്ങളുടെ കാരണം മതാധ്യക്ഷന്മാർ ശരിക്കും മതം ജനങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം. ഏറ്റവും പ്രസിദ്ധമായ ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നോക്കൂ, പുറപ്പാട് 20-ാം അധ്യായം, തെറ്റ് പറ്റാതെ പറയാം നിങ്ങളോട്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകം എന്താ വാചകം? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഉണ്ടോ? ബൈബിളിലാതുള്ളത്, ബൈബിളിലാതുള്ളത്. അതുണ്ടായിരിക്കെ ബൈബിളിനെതിരെ വന്നോ ഇവിടെ? അതാ നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാർ ബിംബാരാധന പാടില്ല എന്ന് പഠിപ്പിച്ചു. കേനോപനിഷത്ത് ബിംബാരാധന പാടില്ല എന്ന് പഠിപ്പിച്ചു. ഇനി അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 20, 21, 22 വചനം വായിച്ചു കേൾപ്പിച്ചു തരാൻ ഞാൻ നിങ്ങൾക്ക്. ശ്രദ്ധിച്ചു കേട്ടോളൂ, പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഇങ്ങനൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ വിഷയം എന്താ? ദൈവവും പരലോകവും വേദങ്ങളിൽ, ദൈവവിശ്വാസവും പരലോക വിശ്വാസവും വേദങ്ങളിൽ. അതാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതെന്റെ ബാധ്യതയുമാണ്. സഹോദരങ്ങളെ കേട്ടോളൂ, കേട്ടോളൂ. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 20, 21 വാചകം. ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. രണ്ടാമതൊരു ദൈവം ഇല്ല. അഥർവവേദ പറയുന്നത്. ഖുർആൻ പറഞ്ഞു എന്നല്ലേ ഞാൻ പറയുന്നത്. അഥർവവേദം ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. അതിനെതിരായ ഒരു വാദം ഖുർആനിലില്ല. പല ദൈവങ്ങളുണ്ട് എന്നുള്ള സങ്കല്പം ഖുർആനിലില്ല. മനുഷ്യരെ പോലും വിളിച്ചു പ്രാർത്ഥിക്കരുന്ന ഖുർആൻ പറഞ്ഞു. മുഹമ്മദ് നബിയെ പോലും ഒരു വണ്ടി മറയാൻ, ഒരു മുസ്ലിം യാത്ര ചെയ്യുന്ന, ഒരു മുസ്ലിം തൊപ്പിയിട്ട ജുബ്ബ ധരിച്ച ഒരു മുസ്ലിമിന്റെ വണ്ടി കൊക്കയിലേക്ക് മറിയുമ്പോൾ മുഹമ്മദ് നബിയെ രക്ഷിക്കണമെന്നും പറഞ്ഞാൽ ഓൻ ബൗദ്ധൈവ വിശ്വാസിയാണ്. ഇസ്ലാം എന്ന് പുറത്താണ്, മതഗ്രന്ഥത്തിൽ നിന്ന് പുറത്താണ്, പ്രവാചകന്മാരുടെ റൂട്ടിൽ നിന്ന് പുറത്താണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കേട്ടോളൂ, അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 14 മുതൽ 20 വരെയുള്ള വചനം വായിച്ചു കേട്ടോളൂ, ശരിക്കും പഠിച്ചോളൂ. ഈ ദൈവത്തെ ഏകനായി അറിയുന്നവൻ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. കണ്ടോ? ഈ ദൈവം ഏകനാണെന്ന് അറിയുന്നവനാണ് സത്യത്തിൽ. തീർന്നില്ല. അവൻ 2 എന്നോ 3 എന്നോ 4 എന്നോ 5 എന്നോ 6 എന്നോ 7 എന്നോ
8 9 10 വിളിക്കപ്പെടുന്നില്ല. ശ്വസിക്കുന്നതും ശ്വസിക്കാത്തതുമായ സകലത്തിനെയും അവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ശക്തി ഉൾക്കൊള്ളുന്നവൻ അവൻ ഏകനാണ്, ഏകൻ മാത്രമാണ്. എല്ലാവിധ ദൈവിക ശക്തികളും അവനിൽ കേന്ദ്രീകരിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയൊന്നും ദൈവവിശ്വാസത്തിന്റെ പേരിൽ തല്ലണ്ട. ഒറ്റ ദൈവേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കലാപം ഉണ്ടാവും. ഇനി നിങ്ങൾ കേട്ടോ, കൃഷ്ണ യജുർവേദത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം. വേദത്തിൽ നിന്നാണ് മതം പഠിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ, സ്വാമിജി പറഞ്ഞല്ലോ, യുക്തി പാടില്ലെന്ന് പറഞ്ഞല്ലോ. ആ യുക്തിയൊട്ടും പ്രമാണത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാതെ ഞങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. എന്താ അതിൽ പറയണേ? എനിക്ക് തെറ്റാതിരിക്കാൻ ഞങ്ങൾക്ക് വായിച്ച് കളിപ്പിച്ചു തരാൻ കേട്ടോളൂ. ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പകളുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ കൊഴിഞ്ഞ ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥനായ തമ്പുരാനെ നിന്നെ നമസ്കരിക്കുന്നു. പരിപാലക റബ്ബേ നിന്നെ നമസ്കരിക്കുന്നു എന്ന് കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെ. എന്റെ മാധവ, എന്റെ സുരേന്ദ്ര, എന്റെ ശ്രീദേവി, ഈ വിശ്വാസത്തിലാണോ നിങ്ങൾ? അല്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും വേദം പറയുന്നു. ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. അദ്ദേഹത്തെ വിളിച്ച് പാപമോചനം തേടുന്ന മുസ്ലിങ്ങളുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് രക്ഷ തേടുന്ന മുസ്ലിങ്ങളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുധർമ്മ പരിചയത്തില് ഒരു പാരഗ്രാഫ് പറഞ്ഞല്ലോ, നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താ അതിലുള്ളത്? അതോട് പറഞ്ഞുതരാം. കെ പരമേശ്വരമുള്ള ഹിന്ദുധർമ്മ പരിചയം 21-ാം അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫ് 1-2 വരി. അതിൽ എന്താ പറഞ്ഞ്? ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല. ഹിന്ദുധർമ്മ പരിചയത്തിൽ പറയാണ്, ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവെടുക്കണം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനും ദേവിക്കും ദേവനും സാക്ഷാൽ ദൈവം കഴിവെടുക്കണമെങ്കിൽ ആ ദൈവത്തോട് ചോദിച്ചാൽ പോരെ? ആ ദൈവത്തോട് ദുഃഖം പറഞ്ഞാൽ പോരെ? കുട്ടികളില്ല, സൗഭാഗ്യമില്ല, സമ്പത്തില്ല, മക്കൾക്ക് രോഗമാണ്, എനിക്ക് ജോലിയില്ല, ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നെ സ്വർഗത്തിലെത്തിക്കണമേ, എന്നെ ഒരു നല്ല മനുഷ്യനാക്കണമേ, ഞാൻ ഏറ്റവും നല്ല മാന്യനാകണമേ. ഇതൊക്കെ ആരോട് പറയണം? ആരോടാ പറയണേ? കേട്ടോളൂ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്തോത്രമാണ്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനെന്താ ഒന്ന് കേട്ടു നോക്ക്, മുകുന്ദ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്താ അത്? ത്വമേകം ശരണ്യം, എന്റെ ആരാധനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. എന്റെ തേട്ടങ്ങൾ മുഴുവനും എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിന്റെ ഈശ്വരനാ നീ, ലോകത്തിന്റെ ഈശ്വരനാ നീ, ലോകങ്ങളുടെ ഈശ്വരനാ നീ. ആ ലോകത്തിന്റെ സാക്ഷാൽ നാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇത് പറയാൻ കഴിയുമോ നമുക്ക്? ഇനി ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഒരാൾ ആരാധിച്ചാൽ, ഇപ്പൊ മാലാകമാർ, ജിന്നുകൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ജിന്നും മലക്കും അവരെ ആരാധിക്കാൻ പാടുണ്ടോ? പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഒരു നിലക്കും പാടില്ല എന്നാണ് മതം പഠിപ്പിച്ചത്, അല്ലേ? അവർ സൃഷ്ടികളാണ്. സൃഷ്ടികളെ ആരാധിക്കരുത്, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. സൂര്യനെ ആരാധിക്കരുത്, സൂര്യന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ചന്ദ്രനെ ആരാധിക്കരുത്, ചന്ദ്രന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. പാമ്പിനെ ആരാധിക്കരുത്, പാമ്പിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലേ? ഇനി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു സൂക്തം കേട്ടോളൂ, കേട്ടോളൂ, വളരെ വ്യക്തമായി കേട്ടോളൂ. അവിടെ പറയുന്നത്, അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തദോ ഭൂയൈവദേ യഹു സംഭൂത്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം തെളിവാ പറയുന്നത്. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം. ഇനി അതിന്റെ അർത്ഥം എന്താ? പിതൃമാനവാദികളെ,
ദൈവത്തിന്റെ സൃഷ്ടികളെ, സൂര്യൻ, ചന്ദ്രൻ, ദേവി, ദേവൻ, മഹാന്മാർ, അതെ, ബീവി, ദേവി, മനുഷ്യർ, പ്രവാചകന്മാർ, സൃഷ്ടികളിൽ ആരായാലും അവരെ ആരാധിച്ചാൽ, ഇപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ, യേശു ക്രിസ്തുവേ രക്ഷിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ, പിശാരിക്കാവിലമ്മയെ രക്ഷിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ, ഉള്ളാളം തങ്ങളെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ച് അവരെ ആരാധിച്ചാൽ, വേദം പറയുന്ന എന്താണ്? ഘോരാന്ധകാരമായ നരകത്തിലെത്തും. പന്നിയായിട്ട് ജനിക്കുന്നല്ല, നായയായിട്ട് ജനിക്കുന്നല്ല, അല്ല അല്ല. വേദം പറഞ്ഞ എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഋഗ്വേദം മാത്രം എടുത്തോ, ശ്രീമദ് ഭഗവത്ഗീത എടുത്തോ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം എടുത്തോ, 2-ാമത്തെ ശ്ലോകം എടുത്തോ, 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എടുത്തോ. അതിലെന്താണുള്ളത്? ഹദോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ മോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, ഹദോവ പ്രാപ്സ്യസി സ്വർഗം. കണ്ടോ? അതായത് അർജുനൻ എന്ത് പറഞ്ഞു എന്നറിയോ? ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ചൻ, കർണൻ, ഇവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല, ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. വമ്പിച്ച തർക്കം നടക്കുകയാണ് അർജുന്റെ ശ്രീകൃഷ്ണന്റെ ഇടയിൽ. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാണ്, അർജുന, ഇത് കേവലം ഒരു കുടുംബ ബന്ധമോ കാര്യങ്ങളോ അല്ല, ഇതൊരു വ്യക്തിബന്ധത്തിന്റെ സ്നേഹത്തിന്റെ പ്രശ്നമല്ലേ, ഇതൊരു ധർമാധർമ്മ യുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ അർജുന, നീ കൊല്ലപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ചണ്ടാലനാകുന്ന, ബ്രാഹ്മണനാകുന്ന അല്ല അല്ല, തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബധ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ടാല യോനി എന്ന് ഛന്ദോപനിഷത്തിൽ മനുഷ്യർ കടത്തിക്കുട്ടിയ വാചകം പറഞ്ഞാണോ ശ്രീകൃഷ്ണൻ? അല്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താ? ഹദോവ പ്രാപ്സ്യസി സ്വർഗം, നീ സ്വർഗത്ത് പോവും. കണ്ടോ? പുനർജന്മമല്ല. വേദം പറഞ്ഞതേ പറയാവുന്നല്ലേ? സ്വാമിജി പറഞ്ഞു, ഞാൻ പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു. വേദത്തിൽ പുനർജന്മമില്ല. ഞാൻ തെളിയിച്ചിരുങ്ങൾക്ക് വേദങ്ങളിൽ പുനർജന്മമില്ല. ഇനി പുനർജന്മത്തിന്റെ ഒരു അവസ്ഥയും കൂടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതിലൊരു 5-6 നായ്ക്കൾ ഇങ്ങനെ പോവുക. നമ്മുടെ വിശ്വാസം എന്താ? കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നികൃഷ്ടത ചെയ്തിട്ട് നായായി ജനിച്ചാൽ ആ നായിക്ക് അറിയോ? അത് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ എന്ന തെറ്റിനാന്ന് എനിക്ക് അറിയണ്ടേ? അതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പോ ചില ആളുകൾ ജയിലുണ്ടല്ലോ, സർവ്വസുഖിയന്മാരായി. പല ആളുകളും, പലരും ജയിലിൽ ഒരു തെറ്റും ചെയ്യാത്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുക നിങ്ങളോട്, ഞാൻ ശിക്ഷിക്കപ്പെടുന്ന ഇന്ന തെറ്റിനാന്ന് എനിക്കറിയില്ല എങ്കിൽ ഇന്നെ ശിക്ഷിക്കുന്നതിന്റെ പൊരുളെന്താ? ഒരു അധ്യാപകൻ കുട്ടിയെ അടിക്കുന്നു. ഒരു ഉദാഹരണം പറയാം, സുകുമാര കഥ. വളരെ പ്രേടമാണ് സുകുമാര കഥ. എന്താ? സുകുമാരനെ ഗുരുനാഥൻ മർദ്ദിച്ചു, ആക്രമിച്ചു മിക്ക ദിവസവും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഗുരുനാഥനോട്, ഇതെനിക്ക് എന്റെ ടീച്ചർ പഠിപ്പിച്ചെന്ന, കല്യാണി ടീച്ചർ എന്നെ കുഞ്ഞായിരുന്ന കാലത്ത് അവര് പഠിപ്പിച്ച എന്റെ കയ്യിലുള്ളത്, ആ മുസ്ലിങ്ങൾ പഠിപ്പിച്ച എന്റെ കയ്യിലുള്ളത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, കല്യാണി ടീച്ചർ എന്നോട് പറഞ്ഞു എന്താണ്? ഈ സുകുമാരന്റെ മനസ്സിൽ ഗുരുവിനോട് വമ്പിച്ച കോപം. അങ്ങനെ ഗുരുവിനെ കൊല്ലാൻ വേണ്ടി വലിയൊരു കല്ല് മട്ടുപ്പാവിൽ കയറ്റി സുകുമാരനെ ഇരുന്നു. അപ്പൊ താഴെ ഗുരുനാഥനും ഗുരുനാഥന്റെ ഭാര്യയും കിടക്കുകയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ സുകുമാരൻ ഇങ്ങനെ മർദ്ദിക്കണ്? എന്തിനാ ആക്രമിക്കണേ? എന്തിനാ അവനെങ്ങനെ തല്ലണ് എന്ന് ചോദിച്ചപ്പോ ഈ ഗുരുനാഥൻ, അതോ എന്റെ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവനോടാണ്. അവന്റെ ചെറിയ തെറ്റുകൾ പോലും ഞാൻ അനുവദിക്കില്ല. അവനിൽ ഞാൻ വമ്പിച്ചത് പ്രതീക്ഷിക്കുന്നു. അവൻ നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് കല്ലുമായി നിൽക്കുന്ന സുകുമാരനെ എന്നെ എന്തിനാ തച്ചെന്ന് മനസ്സിലായത്. എന്നെ എന്തിനാ തച്ചെന്ന് മനസ്സിലാത്തോണ്ടാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പണയപ്പെടുത്തുക? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിട്ട് ഞങ്ങളുടെ സ്വാമി പറഞ്ഞോട് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞോട് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ മൗലവി പറഞ്ഞോട് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ആരും ആവരുത്. അള്ളാഹു നമുക്ക് സ്വന്തമായി ഒരു ബുദ്ധി തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആ കുട്ടി ആ കല്ല് മാറ്റിയിട്ടു. പിറ്റേന്ന് ഗുരുനാഥന് വന്നിട്ട് ചോദിക്കാണ്, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ശിഷ്യന്റെ ശിക്ഷ എന്താ? അവരെ ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്ത പാപകർമാണ്. അപ്പൊ ഗുരുവിനെ കൊല്ലാൻ ശ്രമിക്കൽ ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്ത പാപകർമാണ്. ഇതിലൂടെ ഓടിപ്പോകുന്ന നായിക്കോ പന്നിക്കോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ശൂദ്രനായത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നായായി പോയത് എന്നും വലിയ ബുദ്ധിജീവികളാ പറയണേ. എന്നിട്ട് അങ്ങക്ക് ആർക്കെങ്കിലും എനിക്ക് പറഞ്ഞില്ലേ, ഞാൻ ഈ അള്ളാനെ സാക്ഷി പറയും, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ ഹിന്ദുക്കളെ നിങ്ങൾ ഏത് ഇരുട്ടുമുറിയിൽ എന്നെ കൊണ്ടിട്ടോളി, എന്നിട്ട് നിങ്ങൾ എനിക്കൊന്നും പഠിപ്പിച്ചേരിയില്ല ബുദ്ധി, അതില്ല യുക്തി. പിന്നെന്തിനാ മനുഷ്യനത് കൊടുത്ത് നാക്കാലി കൊടുക്കാത്ത ഈ സാധനം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നായായിട്ട് അടുത്ത ജന്മത്തിൽ, എന്നിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഈ ജന്മത്തിൽ ഒന്നും അറിയാത്തൊരവസ്ഥ. ഇതെന്തൊരു ബുദ്ധി സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ വേദം പഠിക്കുക. ഞാൻ ഋഗ്വേദത്തെ അല്ലേ എതിർത്ത്, സാമവേദത്തെ അല്ലേ എതിർത്ത്, യജുർവേദത്തെ അല്ലേ എതിർത്ത്,
ഗീതയല്ലേ എതിർത്ത്, മറിച്ച് ഗീത പരലോകണ്ട് പറയും, സ്വർഗണ്ട് പറയും, നരകണ്ട് എന്ന് പറയും. അതില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആരാ വേദത്തിന്റെ നിഷേധം? അത് നമ്മൾ യുക്തിയാണ്. ശങ്കരാചാര്യരിൽ നിന്നാണ് ഈ യുക്തി സ്വാമിജിമാർക്ക് കിട്ടി. ശങ്കരാചാര്യരാണ് ഹിന്ദു മതത്തിന്റെ വേദഗ്രന്ഥങ്ങളെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെതായ വിഷയത്തിൽ വ്യാഖ്യാനിച്ചു പോയത്. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഖുർആന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പാടില്ല. ഖുർആനെ പടച്ചോൻ വ്യാഖ്യാനിച്ചു, പ്രവാചകൻ വ്യാഖ്യാനിച്ചു, സ്വഹാബത്ത് ഇതിന് കിട്ടി. അവരിൽ നിന്ന് എന്ത് പറഞ്ഞോ അതേ ഞങ്ങൾക്ക് പറയാൻ പാടുള്ളൂ. അത് പറയാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നമായി പോയത്. വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് പോലും വ്യത്യസ്ത പറഞ്ഞു. കാന്തപുരത്തിനോട് ചോദിക്കാതെ അള്ളാഹു ഇനി ഒന്നും ചെയ്യൂല എന്ന് വരെ ഇവിടെ പ്രസംഗിച്ചു. ഈ കേരള മണ്ണിൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട് പ്രസംഗിച്ചു. മതം പഠിക്കാത്തത് കൊണ്ടാണ്, മതം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അവിടെയാണ് ഞാനും നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്? വേദം സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. വേദം എന്തിന്? ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വാചകങ്ങൾ വേദത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. കേട്ടോളൂ, വേദത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. ഇപ്പോ എല്ലാവരുടെ പാപത്തിനും യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി എന്നാണല്ലോ ഫാദർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭയുടെ വിശ്വാസം. ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങൾ എടുത്തു നോക്കണം. ഈ ഒരു പ്രസംഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞ ഓരോ കൊട്ടേഷനും ഇന്ന പുസ്തകത്തിൽ, ഇന്ന ആള്, ഇന്ന പേജ്, ഇന്ന വരി, ഇന്ന വേദം, ഇത്രാം അധ്യായം, ഇത്രാമത്തെ വചനം, വചനം ഇത്, അർത്ഥം ഇത്, വ്യാഖ്യാനം ഇത്. ഇനി പറയൂ എനിക്ക് എന്ത് സ്വാർത്ഥ താല്പര്യമുണ്ടതിൽ? ഞങ്ങൾക്ക് എന്ത് സ്വാർത്ഥ താല്പര്യമുണ്ടതിൽ? കേട്ടോളൂ. അച്ഛൻ പച്ച മുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ ചെയ്ത തെറ്റിന്റെ പേരിൽ മകനെ സൃഷ്ടിക്കുകയോ, ലോകത്ത് ആദം നബി ചെയ്തതിന്റെ പേരിൽ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുകയോ എന്ന് ബൈബിൾ ചോദിക്കുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു പാപേറ്റിട്ട് ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ ആരോ ചെയ്ത പാപത്തിന് സൃഷ്ടിച്ചു. ബൈബിളാ പറയുന്നത്, പച്ച മുന്തിരിങ്ങ തിന്നാൽ, അച്ഛൻ പച്ച മുന്തിരിങ്ങ തിന്നാ മകന്റെ പല്ല് പുളിക്കുമെന്ന്. അച്ഛന്റെ പല്ല്, എന്തൊരു ന്യായമാണത്? അതെവിടെയുള്ളത്? ജെറമ്യായിലെ 31-ാം അധ്യായം 29. അപ്പന്റെ പാപം മകൻ ചുമക്കേണ്ടി വരില്ല. ആവർത്തന പുസ്തകം 24:16. ഐസക്കേലിന്റെ പുസ്തകം 18:20. ശിശുക്കളെ പോലെ ആവുക. യേശുക്രിസ്തുവിനോട് ചോദിച്ചു സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ. കണ്ടോ, അടുത്ത ജന്മത്തിൽ വേറെന്താ ജന്മം എന്നല്ല, സ്വർഗരാജ്യത്തിലെത്താൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ യേശുക്രിസ്തു സദസ്സെന്നൊരു കുട്ടീനെ വിളിച്ചു, ഒരു ചെറിയ കുഞ്ഞിനെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെയാകണം എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞ് നിഷ്കളങ്കനാണ്, ഒരു പാപം ചെയ്യാത്തവനാണ്, അവനെ പോലെയാകണം എന്ന് പറയാൻ. ആ കുഞ്ഞിനെ പോലെയാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിളിൽ, ഇതെവിടെ? മാർക്കോസിന്റെ 10-ാം അധ്യായം 13, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3. ഈ വാചകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഈ വാചകത്തെ എങ്ങനെ പറയും? ഇസ്ലാം പറയുന്നതോ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തു നജ്മ് 53-ാം അധ്യായം 39, 38, 39 വചനം. എന്താ അർത്ഥം എന്നറിയോ? ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കില്ല. ഓരോരുത്തരും എന്താണോ ചെയ്ത അതേ ഉണ്ടാവും. എത്ര നീതിപൂർവകമാണ് ആ വാചകം! എത്ര നീതിപൂർവകമാണ് ആ വാചകം! അതുകൊണ്ട് അറിയുക, നമ്മുടെ തെറ്റ് നമ്മുടേത് മാത്രം. അതിന്റെ പേരിൽ ദൈവസന്നിധിയിൽ നമ്മളാ ശിക്ഷിക്കപ്പെടുക. ഇത് വളരെ ഗൗരവമായ പോയിന്റാണ്. തമാശ കളിക്കാൻ നമുക്ക് സമയമില്ല. നേരത്തെ സ്വാമിജി പറഞ്ഞൊരു വാക്ക്, ചത്തുപോവും, ഏത് നിമിഷവും തട്ടിപ്പോവും. ആ തട്ടിപ്പോകുന്നതിനിടയിൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ നമ്മൾ ശരിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റക്കിൽ സ്വർഗണ്ട് എന്നാ പറഞ്ഞ്, നരകണ്ട് എന്നാ പറഞ്ഞ്. നരകവും സ്വർഗവും ഉണ്ട് എന്ന് 2000 ചില്ലാണം വചന ഖുർആനിൽ, 2000 ചില്ലാണം വചനം. ഒരു കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഞാൻ നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെങ്ങാനും എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കയറി കാണാമായിരുന്നെങ്കിൽ എന്നിൽ ഒരു കറയും നിങ്ങൾ ഒരിക്കലും ആരോപിക്കുമായിരുന്നില്ല. അടിസ്ഥാന വിഷയത്തിലാട്ടോ ഞാൻ പിടിച്ചത്. അടിസ്ഥാന വിഷയ പറയണേ. നിങ്ങളെ സുഖിപ്പിക്കല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സുഖിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ, അതായത് ഒരാൾ മാരക രോഗിയാകാൻ പോവുകയാണ്, അയാളെ സുഖിപ്പിച്ച് പറയാൻ, നീ കള്ളു കുടിച്ചടാ, കുടിച്ചോ, കുഴപ്പമില്ല, സീറോസിസ് വരൂല എന്നാണോ ഞാൻ പറയേണ്ടത്? കുടിക്കല്ലേ, പാപമാണ്, നിന്റെ ശരീരം കേടുവരും, നിന്റെ കുടുംബം തകരും, സാമൂഹ്യ തിന്മ ഉണ്ടാവും, അരുത് മോനെ എന്നല്ലേ ഞാൻ പറയേണ്ടത്? ഞാൻ അറിഞ്ഞൊരു സത്യം മൂടി വെച്ചാണോ നിങ്ങളോട് സംസാരിക്കേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 41 വയസ്സായി. 13 വയസ്സ് തുടങ്ങിയ ഒരു പ്രബോധനം അത്. അന്ന് മുതൽ ഇന്ന് വരെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി ഒരക്ഷരം പറയരുത് എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ. അബദ്ധമുണ്ടാകാം, നിങ്ങൾക്ക് തിരുത്താം, സ്നേഹിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, മനുഷ്യവാസമില്ലാത്ത എന്റെ ബാല, എന്റെ ഭാസ്കര, എന്റെ ദേവദാസേ, എന്റെ സുരേന്ദ്ര, എന്റെ ബഷീറേ, ഈ ഒരു വാക്ക് ഗൗരവമായി നീ എടുക്കണം. മനുഷ്യവാസമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? മനുഷ്യവാസമില്ലാത്ത, ക്ഷേത്രമില്ലാത്ത, ചർച്ചുകളില്ലാത്ത, സിനഗോഗുകളില്ലാത്ത, പള്ളികളില്ലാത്ത, ഈ ജാതി തോരണങ്ങളില്ലാത്ത, മനുഷ്യരില്ലാത്ത, വിഭാഗീയതയില്ലാത്ത
ഒരു കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യരാരും ഇല്ലാത്ത കാലത്ത് എന്റെ ഗംഗാധര ആകാശല്ലേ, ഭൂമിയില്ലേ, സൂര്യനില്ലേ, ചന്ദ്രനില്ലേ, അതിനാരാ സൃഷ്ടിച്ചത്? ഒന്ന് മറുപടി താ. നോക്ക്, ഒന്നുകൂടെ രസകരമായി നമ്മൾ എല്ലാവരും അറിയേണ്ട രസകരമായ ഒരു പോയിന്റാ പറയുന്നത്. ഒന്നെല്ലാവരും ആലോചിച്ചേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. അതുപോലെ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. കന്യാമറിയമിന്റെ പുത്രനായി യേശുക്രിസ്തു ജനിച്ചു. അതുപോലെ ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ മകനായിട്ട് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വാ. ഒരു മിനിറ്റ്. ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കുള്ള സോളിഡ് എവിഡൻസ് പറയുന്നു. യേശുക്രിസ്തു 8ാം നാള് പരിച്ഛേദനമേറ്റു. അതായത് യേശുക്രിസ്തു 8ാം നാള് ചേലാകർമ്മം ചെയ്തു. ലൂക്കോസിന്റെ 2-ാം അധ്യായം 21. യേശുക്രിസ്തു മുല കുടിക്കുന്നു. മുല കുടിക്കേണ്ടി വരും ആർക്കാ? സർവശക്തനാണോ? അല്ല, ആശ്രയിക്കേണ്ടി വരുമ്പോഴാണോ? ഇപ്പൊ ഖുർആനിൽ ദൈവത്തെ പറ്റി പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അവൻ പരാശ്രയമുക്തനാണ്, ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. യേശുക്രിസ്തു മുല കുടിക്കുന്നു. ലൂക്കോസിന്റെ 11-ാം അധ്യായം 27. യേശുക്രിസ്തു ഭക്ഷണപാനീയം കഴിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:5. യേശുവിന് വളർച്ച കൂടുന്തോറും ജ്ഞാനം വർദ്ധിക്കുന്നു. ലൂക്കോസ് 21-ാം അധ്യായം 40. അന്ത്യനാളിനെ കുറിച്ച് ഒന്നും യേശുക്രിസ്തുവിന് അറിയില്ല. മാർക്കോസിലെ 13-ാം അധ്യായം 32. യേശു ഉറങ്ങുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 24. ക്രിസ്തു കരയുന്നു. യോഹന്നാൻ സുവിശേഷം 11:33. യേശുവിന് വിശപ്പ് അനുഭവപ്പെടുന്നു. മാർക്കോസിലെ 11:12. ഇവിടെ യേശുവിൽ ദൈവികത്താണോ കാണുന്നത്, മനുഷ്യത്താണോ? ശ്രീകൃഷ്ണൻ അമ്മയുടെ മാറെടുത്ത് നിന്ന് പാല് കുടിക്കുന്നു. മുഹമ്മദ് നബി പാല് കുടിക്കുന്നു. പാല് കുടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? കരയുന്നു പാല് കിട്ടാതെ. അത് ബലഹീനതയാണോ? സർവശക്തന്റെ ഗുണാണോ? സർവശക്തനായ ദൈവം പിതാവല്ല, പുത്രനല്ല. അതുകൊണ്ട് നമ്മൾ ആരും ദൈവത്തിന്റെ പുത്രന്മാരല്ല, ദൈവത്തിന്റെ ദാസന്മാരാണ്. ദൈവത്തിന്റെ ദാസന്മാരാണ്. യേശുദാസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദാസനാണ്. ദൈവദാസൻ എന്ന് പറഞ്ഞാലോ അത് ദൈവത്തിന്റെ ദാസനാണ്. അത് വ്യത്യാസമുണ്ട്. എന്റെ അടിമയാണ് നിങ്ങളെന്ന് പറയുന്നതും നമ്മളൊക്കെ ദൈവത്തിന്റെ അടിമയാണെന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ന്യായമായി പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുമ്പോ എന്റെ സുരേഷ്, എന്റെ സുരേട്ട ഒന്ന് ആലോചിച്ച് നോക്ക്. 7 മക്കൾ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായി. അവർ വായു ശ്വസിച്ചു, വെള്ളം കുടിച്ചു. ആര് നൽകി? മനുഷ്യവാസം ഉണ്ടാണ്. അതാണ് ത്വമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമെഡ്യം. ശ്വേതാശ്വേതരോപനിഷത്തിന്റെ 12ാമത്തെ വാചകത്തിൽ എന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ ആരാധിക്കുന്ന ആരാധ്യന്മാർ സാക്ഷാൽ ആരാധ്യന്മാരല്ല. ഏകനായ സർവേശ്വരനായ ഇതിന്റെ ഒക്കെ ആരാധ്യൻ, പരമാരാധ്യൻ, സകല പതികളുടെയും പതി, ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാ നാം നാമതായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ സർവസ്തുതികളും സർവലോകങ്ങളുടെയും തമ്പുരാനായ ഈശ്വരനാകും. ഇനി എല്ലാവർക്കും ചിന്തിക്കാൻ ഞാനൊരു ചരിത്രം പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്കറിയാം ഫിറൗൻ, റാംസസ് 2-ാമൻ. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി ചെല്ലുക. ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു പ്രത്യേകം ജീവിതത്തിൽ അപൂർവമായിട്ടാണല്ലോ ഇങ്ങനെ പ്രസംഗം കേൾക്കുക. അപൂർവമായി അത് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇതിലെവിടെ എന്തെങ്കിലും ഒരു പുഴുക്കത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല നോക്കണ്ടേ. ഈ പോയിന്റുകൾ ശരിക്കും വേദം മുന്നിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കണം. നോക്കേ, നമ്മളൊക്കെ ആലോചിക്കേണ്ട പരമമായ വളരെ പ്രധാനമായ ഒരു ചരിത്രം പറയും. ഈ റാംസസ് 2-ാമൻ ഫറോവ ചക്രവർത്തി മമ്പിച്ച ക്രൂരനായിരുന്നു. ആണുങ്ങളെ മുഴുവനും കൊന്നുകളഞ്ഞു. കംസനെ പോലെ ആണുങ്ങളെ മുഴുവനും അറുകൊല ചെയ്തു. പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെയുള്ള ആരായിരുന്നു? ഈ ഫിറൗൻ തന്നെയാണ് കംസനെന്നും കംസൻ തന്നെയാണ് ഫിറൗൻ എന്നും ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഈ ഫിറൗനിന്റെ മുമ്പിൽ മോസസ് പ്രവാചകൻ വരികയാണ്. അദ്ദേഹം ദൈവത്തെ പരിചയപ്പെടുത്തി. ആരാണ് ദൈവം? അതിന് ഫിറൗനിന്റെ ചോദ്യം, റാംസസ് 2-ാമന്റെ ചോദ്യം, വമാ റബ്ബുൽ ആലമീൻ, നീ പറയുന്ന ലോക പരിപാലകൻ ആരാണ്? നീ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി അതിന്റെ മറുപടി കേട്ടോളൂ. ആ മറുപടി നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ട് ആ മറുപടിയിൽ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ എനിക്ക് എഴുതി തരണം. എന്റെ നമ്പർ ഞാൻ അവസാനം പറയും.
നിങ്ങളെ മൊബൈലൊക്കെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് എന്നെ ചീത്ത പറയണമെന്ന് തോന്നുന്നത് ചീത്ത പറയാം. എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല, ഉണ്ടാകാനും പാടില്ല. നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ റെഡിയാണ് നിങ്ങളോട് സംവദിക്കാൻ. ആശയപരമായി സ്നേഹത്തോടു കൂടി സംവദിക്കും. നോക്ക്, മൂസാ നബി നൽകുന്ന മറുപടി എന്താ അറിയോ? ഫിറൗന്റെ ചോദ്യം എന്താ? നീ പറയുന്ന ലോക പരിപാലകൻ ആരാണ്? അതിന് മൂസാ നബിയുടെ മറുപടി എന്താ അറിയോ? റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആ മറുപടി ഞാൻ മലയാളത്തിൽ പറയാം. ആകാശങ്ങളുടെ 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും പരിപാലകൻ. 7 ആകാശങ്ങളെ പരിപാലിക്കുന്നതും ഈ ദൈവമാണ്, 7 ഭൂമിയെ പരിപാലിക്കുന്നതും ഈ ദൈവമാണ്. ഭൂമിയെ പരിപാലിക്കുന്ന ദൈവം വേറെ, ആകാശത്തെ പരിപാലിക്കുന്ന ദൈവം വേറെ എന്നല്ല. തീർന്നില്ല. ആ ആകാശ ഭൂമികൾക്കിടയിൽ സചേതന അചേതനമായി എന്തൊക്കെയുണ്ടോ, മനുഷ്യൻ കണ്ടതും കാണാത്തതും അനന്ത പരകോടി ജീവജാലങ്ങൾ, അതിനെയൊക്കെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം. ഇനി പറയൂ, ഇതിലെന്ത് ന്യൂനതയാണ്? ഇതിലെന്ത് ന്യൂനതയാണ്? നേരത്തെ ഞാൻ അഥർവവേദത്തിൽ നിന്ന്, കൃഷ്ണ യജുർവേദത്തിൽ നിന്ന് വായിച്ചല്ലോ. മണ്ണിന്റെ, പൊടിയുടെ, ചെടിയുടെ, ഇലയുടെ, ധൂളിയുടെ, ശബ്ദത്തിന്റെ ഒക്കെ ദൈവമായ സാക്ഷാൽ ദൈവം എങ്കിൽ ആ ദൈവത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? റബ്ബുസ് സമാവാതി വൽ അർദ്. ആരാ സൂര്യനെ സൃഷ്ടിച്ച്? ഖുർആൻ പറയുന്നു അല്ലാഹു, ലോകത്തിന്റെ നാഥൻ. ആരാ ചന്ദ്രനെ? അപ്പോ ആരാ രാവും പകലും ഉണ്ടാക്കി? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? ഇപ്പൊ രാത്രി 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 6:30 മുതൽ 12 മണി വരെ രാവിലെ പ്രയാണം ചെയ്യിപ്പിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് തന്നെയല്ല. തിങ്കളാഴ്ച രാവിലെ മുഹമ്മദ് നബി ജനിക്കുമ്പോ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയിലേക്ക് വന്നത് അല്ലേ? ഒരു ലളിത സത്യത്തിലൂടെ ഞാനിതൊന്ന് വ്യക്തമായിക്കോട്ടെ. ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആലുവയിൽ വെച്ചൊരു ക്രിസ്തീയ ഫാമിലി, ഒരു നല്ല ചെറുപ്പക്കാരനുമായിട്ട് ഭാര്യ 2 കുട്ടികളും കയറി. അപ്പൊ ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനിയാണല്ലേ? അതെ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ചോദിച്ചു, എന്താണ്? ചോദിച്ചോളൂ പറഞ്ഞു. യേശു ക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറിയോന്ന്. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റോ? ശരിക്ക് ചിന്തിക്കണം കേട്ടോ. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, വെള്ളിയാഴ്ച കുരിശിലേറിയപ്പോ യേശു സമ്പൂർണമായി മരിച്ചോ? മരിച്ചു. ഇടപെടാൻ കഴിയുമായിരുന്നു എവിടെയെങ്കിലും? ഇല്ല. ശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. സംസാരം ഉണ്ടായിരുന്നില്ല. സമ്പൂർണ്ണ മരണം. അതെ, സമ്പൂർണ്ണ മരണം. ശരി. അപ്പൊ വെള്ളിയാഴ്ച ശനിയാഴ്ച ആയല്ലോ, ആയി. ശനിയാഴ്ച ഞായറാഴ്ച ആയല്ലോ. അപ്പൊ വെള്ളിയും ശനിയും ഞായറും ആര് പ്രയാണം ചെയ്യിച്ചു? വെള്ളിയിൽ നിന്ന് ശനി ഉണ്ടായി, ശനിയിൽ നിന്ന് ഞായറുണ്ടായി. സായിബാബ മരിച്ചപ്പോ സൂര്യൻ നിശ്ചലായോ? ചന്ദ്രൻ? മാധവ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് സ്വാമിജി പറഞ്ഞതല്ല. ആ ഒറ്റ ജീവിതം പിന്നെ കഴിഞ്ഞു എന്നല്ല, പിന്നെയാ തുടങ്ങണ്. സാക്ഷാൽ ജീവിതം തുടങ്ങണ് 60-ാമത്തെ വയസ്സിൽ മാധവ നീ മരിക്കുമ്പോ. അവിടെയാണ് മറുപടി. എന്താ മറുപടി? എത്ര ഉജ്ജ്വലമാണ്, എത്ര ഉജ്ജ്വലമാണ്. ഞാനിപ്പോ ഒരു വണ്ടി ഓടിക്കുക, സൈലന്റ് അറ്റാക്കായി മരിച്ച ആ കൂട്ടരെ എന്റെ വണ്ടി 10 മീറ്റർ പോകും ഏറിയാല്, 10 മീറ്റർ പോകും ഏറിയാല് അതിലപ്പുറം പോകുമോ? സായിബാബ എങ്ങാനും ഈ ലോകത്ത് ഇടപെട്ട ഒരാളാണ് മരിച്ചാല് സ്വന്തം കിഡ്നി വീക്കായത് മുമ്പ് അറിഞ്ഞില്ല, സ്വന്തം ലെൻസ് അടിച്ചു പോയത് അറിഞ്ഞില്ല. എന്നിട്ടല്ലേ ലോകത്തെ രക്ഷിക്കും. മനുഷ്യനെ എന്ന നിലയിൽ മനുഷ്യരാലോചിക്കുക. മൂസാ നബിയുടെ മറുപടി എന്താ? ആകാശങ്ങളും ഭൂമിയും സർവചരാചരങ്ങളും ഇതൊക്കെ സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ്. അടുത്ത മറുപടി അതേതെന്ന് എന്തറിയോ? ഫമൻ റബ്ബുക്കുമായ മൂസ. നേരത്തെ പറഞ്ഞ 26-ാം അധ്യായം 23, 24. ഇപ്പൊ പറഞ്ഞ 20-ാം അധ്യായം 49, 50. അതിന് മൂസാ നബിന്റെ മറുപടി എന്താ അറിയോ? റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, അതിന് മാർഗദർശനം നൽകി. ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ. 1 മീറ്റർ നീളവും 17 കിലോഗ്രാം ഭാരവുമുള്ള ബീവർ എന്ന് പറയുന്ന യൂറോപ്യൻ കാടുകളിൽ കാണുന്ന, ചില തെക്കൻ അമേരിക്കൻ കാടുകളിൽ മാത്രം കാണുന്ന ബീവർ എന്ന ജീവി, ദ ഡിസ്കവറി ഓഫ് ഡിസ്കവറി ചാനൽ ഉണ്ടല്ലോ, അതുപോലെ ആനിമൽ പ്ലാനറ്റ്, ഇതൊക്കെ കാണുന്ന ആളുകൾ ശരിക്കും ചിന്തിക്കണം. ഈ ബീവർ എന്ന ജീവിക്ക് പടച്ചോൻ കൊടുത്ത കഴിവെന്താ? വലിയ മരം ഉളിപ്പല്ല് കൊണ്ട് കാർന്ന് മുറിക്കുകയാണ്, എന്നിട്ട് താഴെ തള്ളിയിടുകയാണ്. അതിന്റെ ശാഖകളൊക്കെ ഉളിപ്പല്ലുകൊണ്ട് കട്ട് ചെയ്യാൻ. അത്ഭുതപ്പെട്ടു പോകും. പീസ് പീസാക്കി ഉരുണ്ട പീസുകളെ ഇങ്ങനെ കയറി നിന്നിട്ട് കാലുകൊണ്ട് മനോഹരമായി മുയല് തള്ളിക്കൊണ്ടുപോയി വെള്ളത്തിലിട്ട് അതിന്റെ അടിയിൽ വെച്ച് ചളിയും മണ്ണും വെച്ച് ഏസിയെ പോലും വെല്ലുന്ന ഡിസൈനിൽ ഈ ബീവർ കൂട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് മൂസാ നബി പറഞ്ഞ എന്താ? ആ ബീവറിന് അതിന്റെ ജനിതക കോടുകളിൽ ഈ കൂട് നിർമ്മാണത്തിന്റെ മുഴുവൻ പ്രൊജക്റ്റും സമ്മാനിച്ചവൻ എന്റെ ദൈവം. പറയൂ, ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തിന് എന്താ കുഴപ്പം?
തീർന്നില്ല. ആർട്ടിക് ടേൺ 17000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ശൈത്യകാലം സഞ്ചരിക്കുന്ന ആർട്ടിക് ടേൺ. എന്താ അതിന്റെ അത്ഭുതോ? 17000 കിലോമീറ്റർ. അതായത് ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിൽ എത്തിയാൽ ഒരു മരത്തിന്റെ ചില്ലുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഇരുന്ന അതേ ചില്ലയിൽ വീണ്ടും ഇരിക്കണം. ആ ചില്ലയിൽ ഇരുന്നിട്ട് അതിന്റെ കാലം കഴിയുമ്പോൾ അവിടെ മുട്ടയിടുന്നു, അവിടുന്ന് കുഞ്ഞു വിരിയുന്നു. മനുഷ്യരെ, ലോകത്ത് കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച. പിന്നെ കുട്ടിയാണ് പുറപ്പെടുന്നത്. 17000 കിലോമീറ്റർ അമ്മക്ക് പിന്നെ വഴി കാണിക്കുന്ന കുട്ടിയൻ. അമ്മ വന്ന അതേ വഴിയിലൂടെ. ആര് വഴി കാണിച്ചു? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖുർആനിലെ 20-ാം അധ്യായം 50. അതിന്റെ മുമ്പിൽ വെക്കാൻ പോകുന്ന ഒരു വചനം. ലോകത്ത് എവിടെ? തീർന്നില്ല. ദേശാന്തര ഗമനം നടത്തുന്ന കോളനികളായി ലോകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു പൂമ്പാറ്റയുണ്ട് അല്ലേ? എല്ലാ മൊണാർക്ക് ചിത്രശലഭങ്ങൾ. ആ മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ ജനിതക കൊടുകളിൽ തീർന്നില്ല. ഹീൽ മത്സ്യങ്ങൾ സർഗാസോ എങ്ങറിയാലോ? ബർമുഡായുടെ 950 കിലോമീറ്റർ അകലെ ബർമുഡ കടലിടുക്കിൽ വെച്ച് ഹീൽ മത്സ്യങ്ങൾ മുട്ട വിരിഞ്ഞ ഉടനെ പിടച്ച് ചാവുന്നു. തലയും വാലും ഇട്ടടിച്ച് അതിന്റെ പള്ളഭാഗം മണ്ണിലൂന്നി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അത് മരിക്കുന്നു. അതായത് മുട്ട വിരിഞ്ഞ ഉടനെ. അത്ഭുതം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ മുട്ട വിരിഞ്ഞ് 8-9 മാസം തിരിയുമ്പോ 4000 കിലോമീറ്റർ അകലെ യൂറോപ്യൻ സമുദ്രത്തിലേക്ക് അമ്മ വന്ന അതേ റൂട്ടിലൂടെ 1 ഇഞ്ച്, അതായത് അതിന്റെ ആ ചലനുണ്ടല്ലോ, അതുപോലെ അമ്മ ഈ റൂട്ടിലൂടെ വന്നു. മകൾ ഈ റൂട്ടിലൂടെ അല്ല, അമ്മ ഇങ്ങനെ വെട്ടിച്ചെടുത്ത് ഇങ്ങനെ വെട്ടിച്ചു തന്നെ അത് പോകുന്നു. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിച്ച് അതിന് മാർഗദർശനം നൽകിയ ലോകത്തിന്റെ നാഥൻ. എന്റെ ബാല, എന്റെ സുരേന്ദ്ര, ഞാൻ മനസ്സറിഞ്ഞു പറയുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ച് പറയുന്നു. ദൈവം ഏകനാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള പോയിന്റ് 2 എണ്ണമാണ്. അത് പറഞ്ഞ് ഞാൻ വിരമിക്കുകയാണ്. 2 പോയിന്റ്. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒരുപാട് ക്ഷേത്രങ്ങളിൽ സന്യാസിമാരും പള്ളിയിലച്ചന്മാരും ഈയുള്ളവനും നടത്തിയ പ്രസംഗത്തിന്റെ കേസറ്റ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് എന്ന CD നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് കേൾക്കണം, നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് ചിന്തിക്കുകയും പഠിക്കുകയും വേണം. ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റ വാചകം കൂടി ഞാൻ പറയാൻ. വിശുദ്ധ ഖുർആൻ 21 സ്ഥലത്ത് മനുഷ്യരെ നാ വിളിച്ചത്. പാശ്ചാത്യരെ, പൗരസ്ത്യരെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ജൈനരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ. നിങ്ങൾ നോക്ക്, മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വാചകം എന്താ? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ശ്രേഷ്ഠനാ. അത് സവർണ വ്യവസ്ഥയാണ്, ദൈവം പഠിപ്പിച്ചല്ല. ചതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പിൽക്കാലത്ത് ഗീതയിൽ ഉണ്ടായതാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. സുഹൃത്തുക്കളെ, ഇത് ഗൗരവമായിട്ട് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 22-ാം അധ്യായം 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, അതുപോലെ 73-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം, 82-ാം അധ്യായം 6-ാമത്തെ വചനം, 84-ാം അധ്യായം 5-6 വചനങ്ങൾ, 85-ാം അധ്യായം 5-6 വചനങ്ങൾ. ഇതിലെല്ലാം മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ. തല്ലുകൂടല്ലേ. നോക്ക്, ഈ കലാപങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും നൽകിയോ? ഭീവണ്ടിയും മൊറീസയും മുറാദാബാദും ജാംഷഡ്പൂരും ബാബരി കലാപവും ഒക്കെ നമുക്ക് എന്തെങ്കിലും നൽകിയോ? പരസ്പരം ശത്രുതയും വിരോധവുമല്ലാതെ ഒരച്ഛൻ്റെ ഒരമ്മയുടെ, ദൈവത്തിന്റെ സൂര്യനാ നമ്മൾ ആസ്വദിക്കുന്നത്. ദൈവം മനുഷ്യർക്ക് നൽകിയതാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. നിരീശ്വരവാദിക്ക് പോലുള്ളതല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് പറയാനല്ലേ തെളിവ്? ഞാൻ നിങ്ങളോടൊക്കെ എനിക്ക് 41 വയസ്സായി. 41 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഞാനില്ല. ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടായത്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇന്ദ്രിയം ഉണ്ടായത്. ആ ഇന്ദ്രിയമാണ് സെമിനൽ വെസിക്കിളിൽ നിന്ന് അലം യകുന്നു തുഫതം മിൻ മനിയ്യുംനാ. സൂറത്ത് ഖിയാമ 36-ാമത്തെ വചനം. 200 കോടി ബീജത്തിലെ, അതായത് പുരുഷൻ ശപിക്കുന്ന 2 മില്ലി ലിറ്ററിൽ ഇന്ദ്രിയത്തിൽ 200 കോടി ബീജകണുണ്ട്. ആ 200 കോടി ബീജകണം
അതിലെ ഒരൊറ്റ ബീജം അണ്ടവുമായി കൂടി ചേരുകയാണ്. എത്ര കൃത്യമായ വിശദീകരണം! ആ ഇന്ദ്രിയം രക്തപിണ്ഡമായി, ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി, ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കുടം കൊണ്ട് പൊതിഞ്ഞു, ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു, ആ മാംസത്തെ വീണ്ടും അസ്ഥി കൊണ്ട് പൊതിഞ്ഞിട്ട് വീണ്ടും മാംസം പൊതിഞ്ഞു. അങ്ങനെ ഒരു നല്ല സൃഷ്ടിയായി വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമുന ഷൈഅ ഭൂമിയിലേക്ക് വന്നു. ഖുർആൻ അതാ പറയും, ഇതൊക്കെ റബ്ബാണെന്നാ. ഇതൊക്കെ ലോകത്തിലെ ഒരേ ഒരു ദൈവമാണ്. അവലംബങ്ങളില്ലാതെ ആകാശത്തെ ആരാ സൃഷ്ടിച്ച്? പടച്ചവൻ. സൂര്യനെ സൃഷ്ടിച്ചാരാ? സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണ്ട്. സൂര്യന് നാശണ്ട്. ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ഏറ്റ പ്രകാശാണ് പ്രകാശിക്കുന്നത്. ചന്ദ്രന് സ്വയം പ്രകാശമില്ല. സ്വയം പ്രകാശമില്ലാത്ത ചന്ദ്രനെ ദൈവാക്കി ആരാധിക്കേ. നിങ്ങൾ നോക്കേ, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. എന്തൊരു അന്ധവിശ്വാസം അത്! ഒരു നക്ഷത്രവും മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടും. മാത്രമല്ല, മോഡേൺ സയൻസ് പഠിച്ച ഭാസ്കരൻ പറയൂ അത്, സുരേന്ദ്രൻ പറയൂ അത്. നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങളില്ലേ, അത് നോക്കേ, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയതാണ്, നശിച്ചില്ലാതായി. അപ്പൊ നമ്മളിപ്പോ കാണുന്നതോ ഒരിത്തിരി ആസ്ട്രോണമി ഒന്ന് പഠിക്കണം. ഒരിത്തിരി ആസ്ട്രോണമി. നിങ്ങൾക്കറിയോ, നമ്മളിപ്പോ കാണുന്ന ഒരു വരിയിൽ 3 നക്ഷത്രത്തെ കാണില്ല. നമ്മൾ ജനിച്ച മുതൽ കാണുന്നുണ്ടാവും. സത്യത്തിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ആ നക്ഷത്രമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അതായത് ആ നക്ഷത്രം എത്രയോ കോടി കിലോമീറ്റർ അകലെയാണ്, സൂര്യനേക്കാൾ അപ്പുറത്ത്. സൂര്യനെ തന്നെ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാം. 13.5 ലക്ഷം ഭൂമി. സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം ഉണ്ട്. 13.5 ലക്ഷം ഭൂമി വെച്ചാലും നക്ഷത്രം അത്ര വലുതാണ്. ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം കോടിക്കോടി അകലെ പ്രകാശ വർഷങ്ങൾ സഞ്ചരിച്ചിട്ട് ആ ഭൂമിയിലെത്തുന്നത്. അപ്പുള്ള കാഴ്ചയത് അത് നൂറ്റാണ്ടുകളോളം നീണ്ടുക്കും. പക്ഷെ അത് നശിച്ചു പോയിട്ടുണ്ടാവും. ആ നക്ഷത്രമാണ് കുഞ്ഞിക്കണ്ണന്റെയും സുരേന്ദ്രന്റെയും ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്ന ശാസ്ത്രീയമായി ഒരു പോയിന്റും ഇല്ലാത്ത സയന്റിഫിക് ബ്ലണ്ടർ അന്ധവിശ്വാസികൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മുടിയുന്നതിന് ഇവിടെ എന്തൊക്കെ കള്ളത്തരം നടക്കണം സുഹൃത്തുക്കളെ! മതത്തിന്റെ പേരിൽ പുരോഹിതന്മാർ നമ്മളെ ചൂഷണം ചെയ്യാൻ. അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവാരാധന, യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 21. എന്താ ഇതിന്റെ അർത്ഥം? മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ശ്രീരാമൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി നമ്മൾ. ഖുർആൻ പറയുന്നത് എന്താ അറിയോ? യാ അയ്യുഹന്നാസ് ഫസ്തമിഉ ലഹു, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു. മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം. 714 കോടി മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ദൈവത്തിന് പുറമെ ശ്രീരാമ, മുഹമ്മദ് നബിയെ, യേശു ക്രിസ്തുയെ തുടങ്ങി രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ആളുകൾ ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അബ്രഹാം പ്രവാചകൻ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ശ്രീരാമൻ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അടുത്ത വാചകം എന്താ അറിയോ? നിങ്ങൾ ആരാധിക്കുന്ന എല്ലാവരും കൂടി, ഇപ്പൊ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും അല്ലാത്തവരിലും വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചന്റെ കാല് നിർമ്മിക്കാൻ കഴിയും. ഖുർആന്റെ ചോദ്യ. അടുത്ത ചോദ്യം എന്താ അറിയോ? ആ ഈച്ച ഈ ആരാധ്യന്മാരിൽ നിന്ന് ഒരരിമണി ഒറ്റി അതിന്റെ ചിറകിലെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയും. ചോദിക്കും, നിങ്ങളും ദുർബലരാണ്, ചോദിക്കപ്പെടുന്ന നിങ്ങളുടെ ദൈവങ്ങളും ദുർബലരാണ്. അതുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ ഈശ്വരനോട് ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുനാമി, ആകാശം, സൂര്യൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന മനുഷ്യരുടെ ദൈവം. ഖുർആന്റെ അവസാന അധ്യായം എന്താ? 114 അധ്യായം. അതിൽ 114ാമത്തെ അധ്യായം എന്താ? അന്നാസ്, മാസ്, മനുഷ്യർ. അതിന്റെ തുടക്കം തന്നെ എന്താ അറിയോ? കുൽ അഊദു ബിറബ്ബിന്നാസ്. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കുന്ന അയാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പറയും. ഇയാള് മമ്പർന്നങ്ങളെ കാക്കണേന്ന് പറയും. ഇയാള് യേശു ക്രിസ്തുവെ കാക്കണേന്ന് പറയും. ഇയാള് മാതാമൃതാന്നവരെ രക്ഷിക്കണേന്ന് പറയും. അയാളോ ഈ കാണുന്ന മനുഷ്യരെയും ലോകത്തെയും ആകാശഭൂമികളെയും സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച മനുഷ്യരുടെ ദൈവമേ, നീ എന്നെ രക്ഷിക്കണേന്ന് പറയും. ഇതിലേതാ വർഗീയതല്ലാത്ത വിശ്വാസം? പറ മാധവ, എന്റെ കൂടെ നിന്ന് മനസ്സുകൊണ്ടെങ്കിലും പറ. അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പറ. മനുഷ്യരുടെ ദൈവമേ എന്ന് വിളിക്കുന്നവനല്ലേ വർഗീയതല്ലാത്തവൻ? അല്ലേ? നോക്ക്, എന്റെ കുഞ്ഞിക്കണ്ണന്റെയും സുരേന്ദ്രന്റെയും ഭാസ്കരന്റെയും ഹൃദയത്തെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വര, നീ എന്നെ രക്ഷിക്കണേന്ന് പറയുന്നവനല്ലേ മനുഷ്യത്വമുള്ളവൻ? അവനല്ലേ യഥാർത്ഥ മാനവസ്നേഹി? അവനല്ലേ യഥാർത്ഥ ദൈവവിശ്വാസി? അതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെച്ചത്. ഇസ്ലാം പറഞ്ഞ എന്താ? ഇന്ന റബ്ബുക്കും വാഹിദ്, നിങ്ങളുടെ പരിപാലകൻ ഏകനാണ്. നിങ്ങളുടെ പിതാവ് ആദമാണ്, നിങ്ങൾ ആദമിന്റെ മക്കളാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, കലാപം എന്തേണ്ടവരല്ല. അനാഥ മക്കളുടെ ദീനരോധനം ഇനി ഉണ്ടാകരുത്. വിധവകളുടെ കരച്ചിൽ ഇനി ഉണ്ടാകരുത്. ഇനി ഒരു ഇലക്ഷനിലോ
അതോ മതസ്പർദ്ധകൾ ഉണ്ടാകരുത്, ഇനിയൊരു ബാബരി ഇഷ്യൂസ് ഉണ്ടാകരുത്, ഇനിയൊരു ക്ഷേത്രധ്വംസൻ ഉണ്ടാകരുത്. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇതൊക്കെ നിങ്ങൾക്ക് തള്ളിക്കളയും സ്വീകരിക്കുകയും ചെയ്യാം. സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നരാകും, യാതൊരു സംശയമില്ല. ഞാൻ ഉറച്ചു പറയാൻ, ഏക ദൈവത്തെ മാത്രം ആരാധിച്ചില്ലെങ്കിൽ പരലോകത്ത് മോക്ഷമില്ല, ദൈവസന്നിധിയിൽ രക്ഷപ്പെടില്ല. ഇല്ല ഇല്ല ഇല്ല, അത് ഞാൻ അറിഞ്ഞ സത്യ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സ്വീകരിക്കുക വേണ്ട. ഇമ്മാ ഷാക്കിറൻ വഇമ്മാ കഫൂറ. നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം, നിങ്ങൾക്ക് നന്ദിയേറ്റവരായിട്ട് ജീവിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ലാ ഇക്രാഹ ഫിദ്ദീൻ. 2-ാം അധ്യായം 256-ാം അധ്യായം 10-ാം അധ്യായം 99-ാമത്തെ വചനം, 24-ാം അധ്യായം 54-ാമത്തെ വചനം. നിർബന്ധമല്ല കുഞ്ഞിരാമ, ഇല്ല. പക്ഷെ നീ ഒന്ന് ഓർക്കണം, ഇലല്ലാഹി മർജൂക്കും ജമീഅ, ദൈവത്തിലേക്കാ മടങ്ങുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകനാ പറയുന്നത്, സ്വർഗണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കെ, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഒന്ന് ശ്രദ്ധിക്കി, ഈ ബെഞ്ച്, ഈ ഡെസ്ക് ഒന്ന് ശ്രദ്ധിക്കി, ഈ അഹൂജയുടെ ഈ സൗണ്ട് സിസ്റ്റം ശ്രദ്ധിക്കി. ഇതിന്റെ 4 കോർണറിൽ നെട്ടും ബോൾട്ട് അയച്ചെടുത്ത് ഇവിടുത്തെ നെട്ടുകൾ ഉരിയാൽ ഇതിനെ നമുക്ക് റീഫിറ്റ് ചെയ്യാൻ വല്ല പണി ഉണ്ടാവൂ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച സിട്ടാവിനെ മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ ബുദ്ധി എന്താ? ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു 8 മാസം പ്രായമുള്ള കുട്ടി ഗർഭപാത്രത്തില്, ഒരമ്മയുടെ ഗർഭപാത്രത്തില് 8 മാസം പ്രായം, ആ ഗർഭപാത്രത്തിലേക്ക് ഒരാൾ ചെല്ലുകയാണ്. 15 വയസ്സുള്ള ഒരു പയ്യൻ. ഇന്നലെ അവൻ പറയണേ, അതായത് ഈ അമ്മയുടെ ആദ്യത്തെ മകൻ, അമ്മയുടെ 3-ാമത്തെ മകനാണ് മകന്റെ ഗർഭപാത്രത്തിൽ. അപ്പൊ ഈ 15 വയസ്സുള്ള ഈ വരാനിരിക്കുന്ന കുഞ്ഞിന്റെ ബ്രദറ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ എന്ന് പറയാണ്, ഉണ്ണിക്കണ്ണ അനുജ, ഇപ്പൊ 8 മാസമായി, 2 മാസോട് കഴിഞ്ഞാൽ നീ പുറത്തേക്ക് വരും. അന്ന് ഈ മാതാവിന്റെ കൊച്ചു ഗർഭപാത്രം എന്ന 3 ഇരുട്ടറകൾക്കുള്ളിലല്ല നീ എത്തുക. വിശാലമായ ഭൂമി, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, സിംഹങ്ങൾ, പാമ്പ്, ആന, തേള്, മനുഷ്യർ, സ്ത്രീകൾ, പുരുഷന്മാർ, കൊട്ടാരങ്ങൾ, സ്കൂളുകൾ, ജയിലുകൾ, അങ്ങനെ 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 ആകാശം, സൂര്യൻ, ഭൂമി, ഇതൊക്കെ ഉള്ള ഒരു ലോകത്തേക്കാണ് നീ പോകുന്നത് എന്ന് ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ കുട്ടിനോട് 15 വയസ്സുള്ള ജ്യേഷ്ഠൻ പറഞ്ഞപ്പോ ഈ 8 മാസക്കാരൻ ചെയ്ത പണി തരം എന്താ? അത് 8 മാസമായിട്ട് ഈ പൊക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. ഇവിടെ ആരും ഇതുവരെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുപോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതില്ല. നിങ്ങൾ ചിന്തിക്കും, ഓനാണോ വിഡ്ഢി? ഗർഭപാത്രത്തിൽ പോയ 15-കാരനാണോ വിഡ്ഢി? ആരാ വിഡ്ഢി? ഗർഭപാത്രത്തിൽ ഒരാൾ ചെന്നില്ല എന്നുള്ളത് കൊണ്ട് പുറലോകത്തേക്കും വരൂലുണ്ടോ? അതിനൊന്ന് നിഷേധിച്ചാലും വരും, അല്ലേ? ഇവിടെ ഒരാൾ പറയാൻ മരിച്ചിട്ട് ഖബറിൽ പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ടില്ല. എന്തൊരു വിഡ്ഢിത്തം! ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു ലോകമല്ലാണ്ടെന്നോ? മനുഷ്യരെ മാത്രമല്ല, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടം, മരണം, മരണാനന്തരം. എന്താ അത് മാത്രമല്ലാത്ത? അതൊന്ന് ആലോചിക്കണം. വേദഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. എല്ലാ മനുഷ്യരും മരിക്കും, എല്ലാവരും അവരുടെ മരണത്തെ ടേസ്റ്റ് ചെയ്യും. പിന്നെ അവരുടെ പൂർണ്ണ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്താണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, എന്തിനാ ജയില്? ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുക. എല്ലാ തെറ്റും ഒന്നിച്ച് ചെയ്യാനാണോ ജയില്? അതായത് കുറച്ച് തെറ്റേ ദുനിയാവിലുള്ള ഭൗതിക ലോകത്തുള്ള പതേ കഴിയും. അതായത് ഇവിടെ ഒരു കുറ്റവാളി ജയിലിലെത്തിയാൽ എല്ലാ തെറ്റും ചെയ്യാൻ പോലീസുകാർ കൂട്ടിക്കുണ്ടെങ്കിലോ പിന്നെ എവിടെ നീതി? കോടതി കൂട്ടിക്കുണ്ടെങ്കിലോ എവിടെ നീതി? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊണ്ടുപോയി തീവ്രവാദിയാക്കി ശിക്ഷിച്ച് ജയിലടച്ചാൽ ഞാൻ തീവ്രവാദിയല്ല എന്ന് തെളിയിക്കാൻ എനിക്കിട്ട് അവസരം ഉണ്ടായില്ല എങ്കിൽ അത് വേണ്ടേ ഒരു ലോകത്ത്? ഇന്ത്യ രാജ്യത്തിന് ഹിന്ദു മുസ്ലിം മനസ്സ് തട്ടി ചോദിച്ചു നോക്ക്. ഒരു ഓഫീസിൽ ചെന്നാൽ ഒരുപാട് അനീതി ഏറ്റുവാങ്ങിയവരാ നമ്മൾ. ജനിച്ച തറവാട് ചെറുതായി പോയതിന്റെയും ഭാഷയുടെയും വർണ്ണത്തിന്റെ മേൽ പീഡിപ്പിക്കപ്പെട്ടവരാ നമ്മൾ. BR അംബേദ്കർ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല, ചാക്കിലിരുന്നിട്ടാ പഠിച്ചേ. എല്ലാ കുട്ടികളും വെള്ളം കുടിക്കുന്നിടത്ത് വെള്ളം കുടിക്കാൻ അവസരം കൊടുത്തില്ല. ആ മനുഷ്യന് നീതി കിട്ടണ്ട ഇവിടെ? എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? എന്ത് എളുപ്പമാണ് ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ചത്താ കഴിഞ്ഞു. എത്ര എളുപ്പമാണ് പറഞ്ഞു കഴിഞ്ഞ്. മനുഷ്യനൊരു വിലയും കൽപ്പിക്കാതെ ഞാനൊക്കെ ഏറ്റുവാങ്ങിയ അനീതിക്ക് വല്ല കയ്യും കണക്കുണ്ടോ? ഒരു ഉന്നത പ്രസ്ഥാനത്തിലെ പ്രബോധകനായിരുന്നു ഞാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് എന്റെ നേതാക്കന്മാർ പുറത്താക്കി. ഞാൻ ആരോട് പറയും ഇത്? അതിനൊരു നീതിബോധത്തിന്റെ ലോകം അത് വേണ്ടേ? വേണം. മനുഷ്യന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഗൗരവമായി ഓർക്കുക, പരലോകമുണ്ടെന്ന് ഞാൻ വേദം ഉദ്ധരിച്ച് സ്ഥാപിച്ചു.
മത്തായിയുടെ സുവിശേഷം പറയാൻ, നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ കണ്ണ് ചൂഴ്ന്ന് ദൂരെ കളയുക. കണ്ണ് ഉള്ളവനായി നരകത്ത് പോകുന്നതിനേക്കാൾ കണ്ണില്ലാത്തവനായി സ്വർഗത്ത് പോകലാന്നല്ലേ. നിന്റെ വലത്തെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ വലത് കൈ ഛേദിച്ചു കളയുക. വികലാംഗനായി സ്വർഗത്ത് പോകലാണ് മുഴുവൻ അവയവത്തോടെ നരകത്ത് പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് ബൈബിൾ പറയുന്നു, വേദം പറയുന്നു. ഋഗ്വേദം പരിശോധിച്ചു നോക്കൂ. ഋഗ്വേദം നിങ്ങൾക്കറിയോ? അതായത് രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ എഴുതി എന്നറിയോ? വേദഗ്രന്ഥങ്ങൾ പുനർജന്മമല്ല പഠിപ്പിച്ചത്, മരണത്തിന് ശേഷം കൃത്യമായി സ്വർഗവും നരകമുണ്ടെന്ന് പഠിപ്പിച്ചത്. പുനർജന്മം പിന്നീടുള്ള നിർമ്മിതിയാണെന്നാണ് ആര് പറയുന്നത്? രാഹുൽ സാങ്കൃത്യായം പറയുന്നത്. എന്തിന്? ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാൻ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഋഗ്വേദം പറയുന്നു. അത് അട്ടിമറിക്കപ്പെട്ടു എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സവർണ മേധാവിത്വം സ്ഥാപിക്കാനാ പുനർജന്മം ഉണ്ടായത്. എല്ലാരും അറിഞ്ഞോളി, ബ്രാഹ്മണ ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറയാനാണ് പുനർജന്മം നിർമ്മിച്ച്. മതം നിർമ്മിച്ചല്ല, വേദം നിർമ്മിച്ചതല്ല. അല്ല, ചതുർവേദം പറഞ്ഞു മരണത്തിന് ശേഷം. ഇനി നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്യാം, എന്റെ അയൽവാസിയായ ശശിയേട്ടനോട് അയാൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യാം. ഉദാഹരണം ഞാൻ പലതും പറയാം. ഞാനന്ന് ഒരിക്കലും അയാൾ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചോ? ഒരിക്കലും എന്നെ ഒരിക്കലും അയാളെ വിശ്വസിച്ചില്ല. മരിക്കുന്നവരെ അയാളെ ശശിയേട്ടൻ അറിയുന്ന ഒരു ലോകം മനുഷ്യന്റെ മനസ്സാഗ്രഹിക്കൂലേ? ഗൾഫുകാരന്റെ ഭാര്യമാർ അതുപോലെ ആ പുരുഷൻ ഗൾഫിൽ നിന്ന് വ്യഭിചരിച്ചിട്ടുണ്ടാവും, പെണ്ണറിഞ്ഞിട്ടുണ്ടാവില്ല. അവൾ അറിയുന്ന ഒരു ലോകം ഉണ്ടാവണ്ടേ? നിങ്ങൾ എന്താ പറയണേ? മരിച്ചു, ഖലാസ്, കഴിഞ്ഞു. എന്തൊരു എളുപ്പം! എനിക്ക് ഞെട്ടിപ്പോയി, എന്റെ ഹൃദയം പൊട്ടിപ്പോയി. എത്ര എളുപ്പത്തിലാണ് ഈ ഒരു നായയുടെയോ പന്നിയുടെയോ ഒരു ജന്തുവിന്റെയോ ഒരു മെരുവിന്റെയോ ഒരു എലിയുടെയോ കഥയല്ല പറയണേ. ബുദ്ധിജീവിയായ ചിന്തകനായ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മഹാബുദ്ധിജീവികൾ പറയണ് കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനുഷ്യരോട് തുറന്നു പറയുന്നു, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. എന്റെ ആദർശവും ആശയവും ഞാൻ കണിശമായി അവതരിപ്പിച്ചു, കൃത്യമായി ഞാൻ പറഞ്ഞു. ഇനി ഒരു പോയിന്റ് കൂടെ പറയേണ്ടത് എനിക്കുണ്ട്. ഒരു ഹിന്ദുവിന് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ജീവിക്കാം, അതവന്റെ വിശ്വാസമാണ്. ഒരു ഹിന്ദുവിന് ബിംബാരാധന നടത്തിക്കൊണ്ട് ജീവിക്കാം. ഒരു ക്രിസ്ത്യാനിക്ക് കുരിശും വരച്ചുകൊണ്ട് ജീവിക്കാം. ഒരു മുസ്ലിമിനെ ഖബർ ആരാധിച്ചുകൊണ്ട് ജീവിക്കാം. ഇത് മൂന്നും തെറ്റാണെന്ന് അവരവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഇനി നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചിന്തയാണ്. എന്നോട് ഇനി നാളെ തലശ്ശേരിയിലെ ഈ ചാലിൽ പ്രദേശത്ത് ഈ പ്രസംഗം കേട്ട നിങ്ങളൊരാളും നാളെ ദൈവസന്നിധിയിൽ എനിക്കെതിരെ പറയില്ല. പറഞ്ഞ ദൈവങ്ങളെ വിടില്ല. ഏകദൈവാരാധന വേദത്തിലെന്ത് എന്ന് വളരെ ആറ്റിക്കുറുക്കി ഏത് മനുഷ്യനും ചിന്തിക്കുന്ന വിധത്തിൽ ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. മരണത്തിന് ശേഷം ഒരു ജീവിതത്തെയും ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. എന്റെ ഫോൺ നമ്പർ ആഗ്രഹമുള്ളവർ, ഞാനതിൽ വരുന്ന ഏത് നിരക്കുള്ള വിളിയെയും എനിക്ക് സന്തോഷം. ആ നമ്പർ ഞാൻ പറയാം, ആവശ്യമുള്ള എഴുതിയെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. 9562821009 നിങ്ങൾ ബന്ധപ്പെട്ടാൽ എന്റെ സൗകര്യം. കുറച്ച് തിരക്കുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തോടുകൂടിയല്ല. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്ക് എന്നറിയാവുന്നവർക്കറിയാം. അപ്പൊ സൗകര്യവും സാഹചര്യവും നോക്കി ഞാൻ എടുക്കും. നിങ്ങൾ അയക്കുമ്പോൾ അമുസ്ലിങ്ങളാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് ചാലിൽ നിന്നാണ്, തലശ്ശേരിയിൽ നിന്നാണ്, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാണ് എന്നൊരു മെസ്സേജ് ആദ്യം അയക്കുക. അപ്പൊ ഞാൻ ആ സമയം കണ്ട് പ്രത്യേകമായി എടുത്തോളൂ. അല്ലാതെ കാണുന്ന എല്ലാ നമ്പറും ചിലപ്പോൾ എടുക്കൂല. കാരണം ദേശന്റെ മോനെ എന്നുള്ള 38 വിളി മുസ്ലിങ്ങൾ എന്നെ പലപ്പോഴും വിളിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളോട് പറയാലോ, വേറൊന്നും കൊണ്ടല്ല, മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, മരണത്തെ പേടിക്കാതെ, സത്യം സത്യമായി. അതായത് 800 പട്ടാളക്കാരെ AK-47 പള്ളമ കുത്തിപ്പിടിച്ചാലും ഈ പറഞ്ഞതൊക്കെ ഞാൻ പറയൂ കേട്ടോ. നാളെയും പറയും, മറ്റന്നാളും പറയും. മരിച്ചു പോകുമ്പോഴും ഇത് പ്രഖ്യാപിച്ച് മണ്ണിലേക്ക് പോകും. അതാണ് നമ്മുടെ പ്രതിജ്ഞ. ഈ സത്യം ലോകമറിയട്ടെ, ഈ സത്യം രാജ്യമറിയട്ടെ, ഈ സത്യം മനുഷ്യരറിയട്ടെ. നമ്മളൊക്കെ 714 കോടി ജനങ്ങളും ഒറ്റ പടച്ചവന്റെ അടിമകളാണ്, ഒറ്റ അള്ളാഹുവിന്റെ അടിമകളാണ്. അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന മഹത്തായ സത്യം ലോകം തിരിച്ചറിയട്ടെ, ലോകർ തിരിച്ചറിയട്ടെ. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് ലോകമറിയട്ടെ. സ്വന്തം ജനിച്ച 2 വയസ്സുകാരി കുഞ്ഞിനെ കാമുകന് വേണ്ടി കഴുത്തു ഞെരിച്ച ആ കുഞ്ഞിന് അമ്മ എന്നെ എന്തിനാ കൊന്നതെന്ന് അറിയില്ല. അറിയില്ല. ആ കുഞ്ഞിന് അറിയണം അമ്മ എന്തിനാ അവനെ കൊന്നത്. അങ്ങനെ ഒരു ലോകം വരണം, നീതിയുടെ ലോകം വരണം.
അത് ദൈവസന്നിധിയിൽ ഉണ്ടെന്ന് ഖുർആൻ കണിശമായി പറയുന്നു. അതുകൊണ്ട് എന്ത് സഹിക്കാൻ മുസ്ലിമിന്റെ മനസ്സ് പാകപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചാലിലെ, തലശ്ശേരി ചാലിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കുക, 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 മനസ്സിലാക്കുക, ചിന്തിക്കുക, അംഗീകരിക്കുക. ഏത് മതം സ്വീകരിച്ചാലും നമ്മള് മത സൗഹാർദ്ദം എന്ന് പറയും, തെറ്റാണ്. മനുഷ്യ സൗഹാർദ്ദമാണ്. എന്താണെന്നറിയോ? എന്റെ മതവിശ്വാസവും നിങ്ങളെ മതവിശ്വാസവും രണ്ടായിരിക്കും. എനിക്ക് നിലവിളക്ക് കൊളുത്താൻ പാടില്ല, എനിക്ക് കബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, എനിക്ക് കുരിശ് വരക്കാൻ പാടില്ല. എന്നാൽ അച്ഛനത് പാടുണ്ട്, സ്വാമിജിക്ക് അത് ചെയ്യാം, വേറൊരാൾക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഞാൻ അയാൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇതേ ചെയ്യാവൂ എന്ന് എനിക്ക് അയാളെ നിർബന്ധിക്കാൻ പറ്റില്ല. അയാളോട് പറയാം ഇത് തെറ്റുണ്ട് ശരിയുണ്ട് എന്ന് പറയാം. എന്നാൽ അയാൾക്ക് അതൊക്കെ ചെയ്തുകൂടെ? ചെയ്യാം. അത് ചെയ്യുമ്പോഴും, അതായത് എന്റെ രാജേട്ടൻ, എന്റെ അയൽവാസിയായ രാജേട്ടൻ, എന്റെ ബാബുവേട്ടൻ സായി ഭക്തനാണ്, അദ്ദേഹത്തിന് ചെയ്യാം. അതിലെ ശരി തെറ്റ് ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിന്. അത് ചെയ്യുമ്പോഴും എനിക്ക് ബാബുവേട്ടനെ സഹായിക്കാൻ കഴിയാം. ബാബുവേട്ടന്റെ മകനൊരു അസുഖമായ ഞാൻ മുന്നിലുണ്ടാവണം, ബാബുവേട്ടന് സുഖേട് വന്നാൽ ഞാൻ മുന്നിലുണ്ടാവണം. എന്റെ വീട്ടിലെ ആട്ടിറച്ചി ഉണ്ടാക്കിയാൽ ഞാൻ ബാബുവേട്ടന് കൊടുക്കണം, എന്റെ വീട്ടിലൊരു പായസം ഉണ്ടാക്കിയാൽ ഞാൻ കൊടുക്കണം. മനസ്സ് തട്ടിയ പറയുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു ജൂതന്റെ ശവമഞ്ചം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ പ്രവാചക തിരുമേനി എഴുന്നേറ്റ് നിന്നു. പ്രവാചക തിരുമേനി എഴുന്നേറ്റുന്നപ്പോ വിശ്വാസികൾ ചോദിച്ചൊരു ജൂതനല്ലേ? പ്രവാചകന്റെ ഉടനത്തെ ചോദ്യം, ജൂതൻ മനുഷ്യനല്ലേ? ജൂതൻ മനുഷ്യനല്ലേ? ജൂതൻ മനുഷ്യനല്ലേ? ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മനുഷ്യരല്ലേ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക. ഞാൻ എന്റെ വിഷയത്തോട് നീതി പുലർത്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് തന്ന ഇതിന്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ച വിഷയം ഞാൻ ആത്മാർത്ഥമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവേ, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കണമേ. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് നീ പ്രതിഫലം കൊടുക്കണമേ. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറ്റവും അറിയാൻ നാരങ്ങാപ്പുറത്ത് മസ്ജിദുൽ മുജാഹിദീൻ, അവിടെ ഖുതുബ നടക്കാറുണ്ട്. മുസ്ലിം ചെറുപ്പക്കാർ അവിടെ വരണം. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ അവിടെ ബന്ധപ്പെടണം. അവിടെ നിജോം ട്രൂത്തിന്റെ ഓഫീസുണ്ട്, നിങ്ങൾ അവിടെ ബന്ധപ്പെടണം. ഈ പ്രസ്ഥാനത്തിന്റെ ഇത് സംഘടിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് ഇവിടെ എല്ലാവരും എടുത്തു പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ ജനുവരി 19 കമ്പിൽ വെച്ച് നടക്കുന്നുണ്ട്, കണ്ണൂർ കമ്പിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ക്ലാസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാ നിലക്കും അവൻ ഏകദൈവ വിശ്വാസികളായി മരിപ്പിക്കട്ടെ. യഥാർത്ഥ മതബോധമനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.